ഈ വരുന്ന ഒരു 10-20 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. കാരണം ഈ ഒരു സംഗതി പഠിച്ചാൽ മാത്രമേ മുമ്പോട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു മേജർ പാർട്ടാണ്. കാരണം ഇവിടുന്ന് പറയാൻ പോകുന്ന വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഓംസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് 10-25 ദിവസം പറഞ്ഞു പോകുന്നത്. അതിന്റെ ബേസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കംപ്ലൈന്റും കണ്ടെത്താൻ പറ്റൂല. അപ്പോൾ മാക്സിമം എന്താ പറയുക, ബോർഡിലേക്ക് നോക്കിയിട്ടും അതേപോലെ തന്നെ ബുക്ക്, പെന്ന്, പേപ്പർ കാര്യങ്ങൾ എടുത്തിട്ട് ഡൗട്ടുകൾ സ്പോട്ടിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് നല്ല ബുദ്ധിമുട്ടുണ്ടായേക്കും. അപ്പോൾ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ആളുകൾ, ദുബായിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പുറത്ത് GCC ആരൊക്കെയുള്ള ഇതിൽ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ ടൈം 9 മണി ആയതുകൊണ്ട് തന്നെ കുറെ ആളുകൾ വർക്കിന് പോകുന്ന സമയം ആണിത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് വീഡിയോ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല, ഇത് രണ്ടാമത്തെ ബാച്ചാണ്. ഒരു ബാച്ച് ഏകദേശം 10-50 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അത് രാവിലെ ഇവിടുത്തെ 7 മണിക്കാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ പുറത്തുനിന്ന് വന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ടൈം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുത്തെ ഒരു 7:30 മണി അല്ലെങ്കിൽ ഒരു 6-7 ടൈമിന് ഇവിടുത്തെ നമ്മൾ ഓപ്പൺ ആക്കിയത്. ഇതിൽ ഒരുപാട് പേരുകൾ ഈ ക്ലാസ്സിലുണ്ട്. കുറെ ആളുകൾക്ക് നാട്ടിലുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് റെക്കോർഡ് വീഡിയോ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് തുടങ്ങാം. അതായത് ഇന്നിപ്പോൾ നമുക്കൊരു പുതിയ വർഷം പുതുതായിട്ട് തുടങ്ങുകയാണ്. ഇതിൽ കുറെ ആളുകൾക്ക് ചിലപ്പം എന്നെ നേരിട്ട് പരിചയമുള്ള ആളുകൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും കണ്ടിട്ട് മാത്രമുള്ള ഒരു ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമ്മൾ ഇതിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഓരോ വീഡിയോ അതിലിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലാവും കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അതൊന്നും അതിൻ്റെ ഒരു സെയിം പാറ്റേൺ ആയിട്ടല്ല അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു സെൻറ്ററിൽ നിന്ന്, അവസാനത്തിൽ നിന്ന് മാത്രമായിരിക്കും അതിലുള്ള ഒട്ടുമിക്ക വീഡിയോകളും വന്നിട്ടുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇന്ന് തുടക്കമാണ്. ഇവിടുന്ന് പറയുന്ന ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത്. ഒരു 70% പ്രോബ്ലംസും നമുക്ക് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും, കംപ്ലൈൻറ്റ് കണ്ടെത്താൻ പറ്റും. അതായത് ഒരു എന്താ പറയുക, ഒരു ഓസിലോസ്കോപ്പ് ഇല്ലാതെയും അതേപോലെ തന്നെ പവർ സപ്ലൈ ഇല്ല എന്നല്ല, ഒരു ട്രാക്ക്, ഒരു സർക്യൂട്ട് നമുക്ക് എങ്ങനെ വർക്ക് ആകുന്നു, അതിൻ്റെ കണക്ഷൻ അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടില്ല, അത് ഏത് തിയറി ബേസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു ഐഫോൺ അല്ല ആൻഡ്രോയിഡ് ഡിവൈസ് മാത്രമല്ല, ഐഫോണിൻ്റെ സർവീസും അതല്ല, നിങ്ങൾക്കൊരു സർക്യൂട്ട് ചെക്ക് ചെയ്യാമല്ല അതിൻ്റെ ഒരു തിയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസുകളും നിങ്ങളെ കൊണ്ട് അത് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. കാരണം നിങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വേണം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നത്. ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോർഡും ഒരു പെന്നും കുറച്ച് സർക്യൂട്ടും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾ അപ്പം തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ ഒരു 10-40 ഒരു മണിക്കൂർ ഡയറക്റ്റ് ക്ലാസ് ആയിരിക്കും. അതിൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം അതിലുണ്ടാവും. ഇപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഒരു ക്ലാസ് എന്ന് പറയാൻ ഡീപ്പായിട്ട് എടുക്കുന്നത്, ഇതിൽ ഏകദേശം നിങ്ങൾ ഏതൊക്കെ ലെവലിലാണുള്ളത് എന്ന് എനിക്ക് ആദ്യം അറിയേണ്ടതുണ്ട്. കാരണം ഇതിൽ കുറെ ആളുകൾക്ക് എന്തുണ്ടാവും, മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ അറിയുന്നുണ്ടാവും. വോൾട്ടേജ്, കറന്റ്, ആംബിയർ, റെസിസ്റ്റൻസ്, ഇംപഡൻസ്, ഇങ്ങനത്തെ കാര്യം കുറെ ആളുകൾക്ക് അറിയുന്നവരുണ്ടാവും. എന്നാൽ ഇത് തീരെ അറിയാത്ത ആളുകളും ഇതിലുണ്ടാവും. തീരെ എന്ന് മീൻസ് അനലോഗ് മൾട്ടിമീറ്റർ മാത്രം യൂസ് ചെയ്തിട്ട് ഇതിൽ നിൽക്കുന്ന ആളുകളും ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഒരേ രീതിയിലേക്ക് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലേക്ക് എത്തിക്കേണ്ടതായിട്ട് നിർബന്ധമുണ്ട്. എത്തിക്കേണ്ടത് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് കാണുന്ന ഒരു 3-4 നമ്പർ ബേസ് ചെയ്ത്, നമ്പർ മീൻസ് ഇതിൽ കാണുന്നത് കുറെ നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആദ്യം മാറണം. അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നവരാണ് എന്ന് ഉണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിലുള്ള ഡാറ്റ നമുക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോവാം. പക്ഷെ നമ്മളിവിടെ കംപ്ലീറ്റ് പറയുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും. അനലോഗ് മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിൽ ഇല്ല.
അപ്പോൾ അത് ഇല്ലാത്തവർ അത് വാങ്ങാൻ ആദ്യം ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത് ആരൊക്കെയുണ്ട്? ഇതിൽ എത്ര ആളുകൾ അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്? ആരുമില്ലേ? എല്ലാവരും ഡിജിറ്റൽ മൾട്ടിമീറ്റർ തന്നെയാണോ? കേൾക്കുന്നുണ്ടോ? സോറി, കേൾക്കുന്നില്ലേ? അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏത് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്? ഒരു സൺവന്റെ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ആണോ? ആ, ഓക്കെ yes, ഓക്കെ. yes. നിങ്ങൾ അനലോഗ് മൾട്ടിമീറ്റർ, ഞാനിപ്പോ എല്ലാവരും കുറെ അല്ല, ആൾക്കാർ അത് അനലോഗ് തന്നെ ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞോളൂ. ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒക്കെ കോഴ്സ് കണ്ടപ്പോഴേ, അപ്പൊ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പുതിയതൊന്ന് വാങ്ങിക്കണേ. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് അറിയണം. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാന് നിലവിൽ? ഇലക്ട്രോണിക് ബേസ് ഇല്ലാത്ത ഒരാളാണ്. ഇലക്ട്രോണിക് ബേസ് ഇല്ല. ഞാൻ 20 കൊല്ലം ഇപ്പൊ സർവീസ് ആയിട്ട് നിൽക്കുന്നുണ്ട് തീരെ ബേസ് ഇല്ല എന്ന് സൗദിയിൽ. പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് പരമായിട്ട് തീരെ ഇല്ലായാണോ അതോ തിയറി പരമായിട്ടില്ലായാണോ? അല്ല, അല്ല, നമ്മള് പിന്നെ ഐസിയും കാര്യങ്ങളൊക്കെ മാറ്റി പ്രാക്ടീസ് ഉണ്ടെന്നല്ലാണ്ട് നമ്മളെ ഓക്കെ ഇങ്ങനെ ഈ ഡയഗ്രാം വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇതില്ല. ഓക്കെ ഓക്കെ. നമ്മളൊരു ചെയ്ത് പരിചയമുള്ള രീതിയിൽ അങ്ങനെ ചെയ്തെന്നല്ലാണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്രശ്നമൊന്നുമില്ല, നമുക്കത് പരിഹരിക്കാം. ഇതിൽ ചെയ്യേണ്ട കേസ് ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മുടെ അത് മാനേജ് ചെയ്യണം സ്റ്റാഫുകൾ ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഇന്നല്ല നാളത്തോട് കൂടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ആക്സസ്, അതേപോലെ തന്നെ അതിൽ കുറച്ച് ബേസിക് ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ക്ലാസ് ഉണ്ട്. ഒരു 7-8-9 ക്ലാസ്സുകളുണ്ട്. വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, റെസിസ്റ്റർ എന്താണെന്ന് പറയുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ചിലപ്പോൾ അത് യൂട്യൂബിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ഡൗട്ടുകൾ തീർക്കും ചെയ്യുക. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ബേസിക് ഇല്ല എന്ന് പറയുന്നവർ എന്ത് ചെയ്യുക, അത് ഏറിപ്പോയ ഒരു 2 മണിക്കൂർ ടോട്ടൽ ഉണ്ടാവുള്ളൂ. 9 പാർട്ട് 7 പാർട്ട് ഉണ്ടാവും. അത് ആദ്യം കണ്ടു തീർക്കുക. അപ്പോൾ അതാണ് കറക്റ്റ് ആയിരുന്ന വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കുറച്ച് 3-4 ടേംസ് അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ വരുന്ന സമയത്ത് അത്ര ആണ് ബേസിക്ക് പോകില്ല. കാരണം ഓൾറെഡി ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള, അതായത് മിനിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് അതിന് മേലേക്കുള്ള ആളുകളെ ഇതിലുള്ളൂ. അപ്പം അത്ര ഡീപ്പിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്ക് സമയം അത്രയും പോകും. അപ്പോൾ ആദ്യം അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മളെ ഷെറഫാൻ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു അനലോഗ് മൾട്ടിമീറ്റർ, കാരണം ഇതിൽ കുറെ ആളുകൾ ഡിജിറ്റൽ ഉണ്ടാവും, എന്നാലും അനലോഗ് മൾട്ടിമീറ്ററിൽ നിങ്ങൾ ഒരു ഷോർട്ട് സർക്യൂട്ട്, ഇപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിൽ കണ്ടെത്തുന്നത്? കാരണം ഇന്ന് ഒരു സാധാരണ രീതിയിൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അവരെ എന്താണ് നിങ്ങൾക്ക് റേഞ്ച് എന്ന് എനിക്ക് ആദ്യം അറിയണം. അതിനനുസരിച്ച് നമുക്കിവിടെ പ്രിപ്പറേഷൻ ഓരോ മൊഡ്യൂൾ മാറ്റേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങളൊരു അനലോഗ് മൾട്ടിമീറ്ററിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു അനലോഗ് മൾട്ടിമീറ്റർ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുമോ? അത് ഒന്ന് നമ്മള് ബാറ്ററി കണക്ടറിൽ പിന്നെ ചെക്ക് ചെയ്യുന്നു. നമ്മൾ പോസിറ്റീവ് എർത്ത് ചെയ്തിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മൾ ബാറ്ററി കണക്ടർ ചെയ്യും. ഇനി ചിലപ്പോൾ ബാറ്ററി കണക്ടർ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ കമ്പോണന്റ് എടുത്ത പോലെ കപ്പാസിറ്ററോ അവിടെയുള്ള ചോദ്യം, അത് നിങ്ങൾ അതെ ചോദ്യം, നിങ്ങൾ ഒരു ബാറ്ററി കണക്ടർ ഉണ്ടാവും. ഞാൻ ബോർഡ് ക്ലിയർ അല്ലേ? യെസ്. ബോർഡിൽ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഇതിൽ നിന്ന് നിങ്ങളൊരു പ്രോബ് പറഞ്ഞു, അതായത് അതിന്റെ പോസിറ്റീവ് ടെർമിനൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നെഗറ്റീവ് ടെർമിനൽ ഇവിടെ കൊടുക്കുമ്പോൾ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് എന്താണ് കാണിക്കുക? അതാണ് എൻ്റെ ചോദ്യം. ഈ മൾട്ടിമീറ്ററിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ്, അത് ഷോർട്ട് ആണോ അല്ലെങ്കിൽ അത് ഓപ്പൺ ആണോ ലീക്കേജ് ആണോ എന്നുള്ളത് എന്ത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത്? അതിന്റെ നീഡില് ഫുള്ള് സാധാരണ രീതിയിൽ 2 പ്രോബ് ഷോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സെയിം ഇതിൽ തന്നെ വരുന്നതാണെങ്കിൽ അത് ഫുൾ ഷോട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഒരു ഹാഫിലൊക്കെ ആണ് നിൽക്കണമെങ്കിൽ, അതായത് അനലോഗ് മൾട്ടിമീറ്റർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നീഡിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അളക്കുന്നത് വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്കാണ്. അതുകൊണ്ട് ആ നീഡിൽ ഇവിടെ വന്ന് നിൽക്കും അല്ലേ? അതിൽ നിന്നുള്ള ആ ഒരു അളവ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നെങ്കിൽ
ഇവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു 3 റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് അടുത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ആ നീഡിൽ ഇത്ര അടുത്താണ് അല്ലെങ്കിൽ ഫുൾ ഇത്ര ഷോട്ട് ഇത്രയാണ് ആണ്. നോക്കിയിട്ടല്ലേ? അതിൽ നിങ്ങൾക്ക് ഒരു നമ്പർ നിങ്ങൾക്ക് അതിൽ ഇതുവരെ നോക്കിയിട്ടുണ്ടോ? അതെ അതെ അതെ. എത്രയാണ് അതിലുണ്ടാവുന്ന റീഡിങ് എത്ര ഇല്ല, ഉണ്ടാവും? റീഡിങ് നോക്കിയിട്ടുണ്ടോ? അത് കറക്റ്റ് നോക്കിയിട്ടില്ല. അതായത് നിങ്ങൾ ഇല്ല ഒരു ജസ്റ്റ് ഒരു അലൈൻമെന്റ് ബേസ് ചെയ്തിട്ട് ഇല്ല, അത് ഷോർട്ട് കേൾക്കുന്നില്ല. സർക്യൂട്ട് ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്നെ ആ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് എന്റെ ചോദ്യം ഈ ഒരു തെറ്റിദ്ധാരണ ഇതിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്റെ ചോദ്യം ഇതിൽ നിന്നുള്ള ഒരു സൂചിയുടെ ഒരു അലൈൻമെന്റ് നോക്കിയിട്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നത്. എവിടെ വരെ എത്തി എന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഷോർട്ട് ആണ് അല്ലെങ്കിൽ ലീക്കേജ് ആണ് എന്നുള്ളതൊക്കെ? അതെ അതെ. അതിന് കറക്റ്റ് അത് എത്ര വാല്യൂ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ മുന്നിൽ മൾട്ടിമീറ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു റേഞ്ച് ഇട്ടിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്ന് പറയാൻ കഴിയുമോ എത്രയാണ് അവിടെ വരുന്ന നമ്പർ എന്നുള്ളത്? അങ്ങനെ ഷോർട്ട് എങ്ങനെയാണ് വരുന്നതെന്നോ? അപ്പൊ ആ ഷോർട്ടുള്ള ഒരു ബോർഡ് വേണ്ടേ? ഷോർട്ട് അല്ല, ബോർഡ് വേണ്ട, ഷോർട്ട് അല്ല. നിങ്ങൾക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഒരു എവിടെ വന്ന് ഇല്ല നിൽക്കുന്നത് ഇല്ല, നിങ്ങൾക്ക് ഞാന് അറിയാലോ. ഓക്കെ ഓക്കെ. അത് അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒരു ഉദാഹരണം ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ആദ്യം തന്നെ പോകുന്നത്. ബേസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും ഇതിൽ ഇപ്പൊ ഇല്ല. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ നമുക്കൊന്നാണ് ആദ്യം മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. വോൾട്ടേജ് കറണ്ട് ഒക്കെ ഇതിൽ എടുക്കുകയാണ്. ഞാൻ ആദ്യം നിങ്ങൾ ഇതിൽ എത്ര ആൾക്കാർ മൾട്ടിമീറ്റർ അറിവുകൾ എത്ര ഉണ്ടെന്നും ഇതേ പാറ്റേണിൽ തന്നെയാണോ മറ്റുള്ള ഇതിൽ വാച്ച് ചെയ്യുന്ന മറ്റുള്ളവരും ഇതേ പാറ്റേൺ തന്നെയാണോ നോക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ അതേ പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് ഓർ നോ പറയാം. നിങ്ങൾ പറഞ്ഞോളൂ, ഏകദേശം എത്ര റീഡിംഗ് ആണ് അതിൽ വരുന്നത്? ഇപ്പോ അതില് വരുന്നത് ഒരു 2.8 ലാസ്റ്റിൽ. 2.8. ആ 2.8 അതായത് ഫുൾ ഷോർട്ട് സർക്യൂട്ട് ഉള്ളപ്പോഴാണോ? അതെ അതെ. ഞാൻ പ്രോബ് ക്ലോസ് ചെയ്തപ്പോ. ക്ലോസ് ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് കാലിബ്രേഷൻ ചെയ്തിട്ട് സീറോക്ക് എത്തിക്കണം ആദ്യം. സീറോക്ക് ഇല്ല, എത്തിച്ചു അത് കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് ആണോ? അത് കാലിബ്രേഷൻ ചെയ്യാൻ പറ്റും. അല്ല, ബാറ്ററി ചാർജ് ഉണ്ടോന്ന് കുറവുണ്ട്. ഓക്കെ, കാലിബ്രേഷൻ ചെയ്തിട്ട് ഫുൾ ആവുന്നില്ല. ഫുള്ളാവുന്നില്ല. അതായത് അത് ബാറ്ററി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറവുണ്ട്. സീറോക്ക് എത്തും അല്ല? സീറോക്കല്ല എത്തുക? സീറോയിലെത്തും. ഓക്കെ, സീറോയിൽ എത്തും. റൈറ്റ് റൈറ്റ്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അത് എവിടേക്ക് എത്തി? മൾട്ടിമീറ്ററിന്റെ പ്രോബ് റൈറ്റ് സൈഡിലേക്ക് മാക്സിമം പോവും. അപ്പൊ അത് സീറോക്ക് എത്തി. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അനലോഗ് മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് കാലിബ്രേഷൻ ചെയ്യണം. ഏതൊരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് തട്ടിച്ച് കഴിഞ്ഞാൽ സീറോക്ക് എത്തിയിട്ട് നമ്മൾ വേണം അതിന്റെ വാല്യൂ എടുക്കാൻ എന്നുള്ളത് ഇതിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഒരു കാലിബ്രേഷൻ എന്ന് പറയുന്നത് നോർമൽ ടേംസ് ആണ്. അതിന്റെ എക്സാക്ട് ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ വർക്ക് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഒരു നോർമൽ ആയിട്ട് വരുന്ന സെറ്റിങ്ങൾ പറഞ്ഞല്ലോ, ബാറ്ററി കൺട്രോൾ നോക്കിയിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത ഒരു ഡിവൈസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ അനലോഗിന്റെ സൂചി എവിടെയാ വന്ന് നിൽക്കാറ്? പറഞ്ഞോളൂ ഏകദേശം. നിങ്ങൾ ചോദ്യം ഷോർട്ട് മനസ്സിലായില്ല. സർക്യൂട്ട് ഇല്ലാത്ത ഒരു ഡിവൈസ്, നോർമൽ ആയിട്ടുള്ള ഡിവൈസ് നിങ്ങൾ ബാറ്ററി കൺട്രോളിൽ ഓക്കെ, ചെക്ക് ചെയ്യാം. അപ്പൊ നോർമൽ അതിന്റെ ആയിട്ടുള്ള ഡിവൈസ്. ആ ഒരു ഓക്കെ, ഇത് എവിടെ വന്ന് നിൽക്കും? ഏകദേശം സെൻട്രലാണോ ഒരു അതോ ഹാഫിന്റെ മേലായിട്ട് വന്ന് നിൽക്കും പോസിറ്റീവ്. അല്ലല്ല, അതായത് ഒരു ഇടത്തെ സൈഡിൽ പോസിറ്റീവ്. നിന്ന്? ഇതില് സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആ അതെ അതെ, ഏകദേശം ഇവിടെ വന്ന് നിൽക്കും. ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക്. ആ അതെ, ഒരു മുക്കാ ഭാഗത്ത് ഇവിടെയാണോ? ഒരു ഹാഫ് കഴിഞ്ഞിട്ട്. ഹാഫ് കഴിഞ്ഞിട്ട് ഇവിടെ? ആ ഓക്കെ ഓക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ഒരു അല്ല, ഇങ്ങോട്ട് നമ്പർ ഇവിടേക്ക് ഇപ്പുറത്തേക്ക്. ഈ സൈഡ് അതെ ഈ സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ അതെ അതെ, ഏകദേശം അവിടെ അതല്ലേ വരുന്ന ഇടത്തെ ഭാഗത്തേക്ക് വരുന്നത്. അത് അവിടെ നിന്ന് വരുമ്പോൾ വലത്തെ സൈഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട്, അതായത് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ സീറോ വരുന്നത്. ആ ആ ആ അതെ അതെ, അപ്പൊ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടുത്തെ ഒരു നമ്പർ അത് ഇടത്തെ സൈഡ് അല്ലേ? അത് ഇടത്തുന്നല്ലേ? അത് ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് മൾട്ടിമീറ്റർ ഏകദേശം ഏകദേശം പറഞ്ഞോളൂ എത്ര ഉണ്ടാവും? ഒരു 5
5ന്റെ അടുത്ത് വരുന്നുണ്ട്. 5ന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പറയാനുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണോ? ജിതിനുണ്ടോ ഇതില്? ഉണ്ട് സാറേ, ഞാൻ ഉണ്ട്. അത് ഏക 5 എന്ന് എത്ര പറയുമ്പോ ഓംസ്? ഏകദേശം ഒരു 450 ഓംസിനൊക്കെ അടുത്ത് വരും. 450 ഓംസ്. അപ്പൊ Yes. നമുക്കത് ഓക്കെ 450. നമ്മള് ഈ Ohms, ഓംസ് അതത്രേ. ടേംസ് ഇതിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഇതിലെ വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ അനലോഗിനെ നമ്മൾ ഒന്ന് മാറ്റിയിട്ട് ഈ നമ്പർ, അതായത് ഇതിൽ അനലോഗ് ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു ഈ ഒരു സൂചി ഇവിടെ വരുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഇല്ലാത്ത ഒരു സംഗതി വരുന്ന സമയത്ത് ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞത് ഒരു 450. കാരണം ഞാൻ അനലോഗ് മൾട്ടിമീറ്റർ ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കത് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 450. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇല്ലാത്ത ഒരു ഡിവൈസ് കിട്ടുമ്പോൾ നമുക്കത് 400. നിങ്ങളെ നമ്പർ ഇതുവരെ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം ബേസിക് ഇല്ലാത്തതിനോടുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി വേറെ ആരെങ്കിലും അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നവരുണ്ടോ അതിൽ? വേറെ ആരെങ്കിലും? വേറെ ആരുമില്ലേ? നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇതാണ് നോർമലി അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ഒരു നിലവിലുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ഇക്കാരം. അപ്പൊ അതിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഈ അനലോഗ് മൾട്ടിമീറ്റർ നിങ്ങൾ പഠിക്കേണ്ട 2 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ മൂപ്പര് പേര് ഷറഫാൻ, മൂപ്പര് പറഞ്ഞ ഇത് പ്രകാരം ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ നീഡിൽ റൈറ്റ് സൈഡിൽ മാക്സിമം വന്ന് നിൽക്കും. അടുത്ത അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്, അതായത് ഫുൾ കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തവരാണ് എന്നതിന് ചെറിയ ഡൗട്ട് ഉണ്ടാവും. അത് വരും ദിവസങ്ങളിൽ ക്ലിയർ ആവും. അതേപോലെ തന്നെ ഒരു വർക്കിംഗ് ഉള്ള ഒരു ഡിവൈസിന്റെ, ഒരു നോർമലി വർക്കിംഗ് ഉള്ള ഒരു ഡിവൈസിന്റെ നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ നിന്ന് ഒരു കുറച്ച് തെന്നിയിട്ട് വരും. അപ്പൊ അതിന്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 450 ആണ് എന്നുള്ളത് മനസ്സിലായി. ഈ 2 നമ്പർ നിങ്ങൾ ഓർമ്മയിൽ വേണം. ഈ 2 നമ്പർ, ഈ ഒരു 00 അല്ലെങ്കിൽ 450 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വേണം. അത് ഓരോ സമയത്തും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ 450-ൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് അറിയാത്തതാവും അല്ലേ? എല്ലാ സമയത്തും ഈ ഒരു 450 എന്ന നമ്പറിലേക്ക് തന്നെ ആവുക കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കഴിയും? വെരിഫൈ ചെയ്യാൻ കഴിയുമോ ഷറഫാൻ? ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പോയിട്ട് നോക്കുക. ഇന്ന് പോയിട്ട് ഒരു 10 ഫോൺ നോക്കുക. 10 ഫോണിലും ബാറ്ററി കൺട്രോൾ നോക്കുന്ന സമയത്ത് അതിന്റെ എക്സാക്ട് വാല്യൂ 450 തന്നെ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി കിട്ടും. ഫസ്റ്റ് പ്രശ്നം അവിടെ തീരും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നമ്പറാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ 00 450. അതിൽ നിന്നുള്ള ഒരു പ്രശ്നം അതോടുകൂടി തീരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ഇനി വേറെ ആരെങ്കിലും അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഇതിലുണ്ടോ? ഈ നമ്പർ എന്താന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അതായത് ഒരു ഡൗട്ട്. അതായത് ഇപ്പൊ എല്ലാ മൊബൈൽ ഫോണിലും അനലോഗില് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ വോയിസ് കട്ട് ആവുന്നുണ്ട്. റീഡിംഗ് ആണോ എല്ലാതിനും? ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ക്ലിയർ ഉണ്ടോ? ഹലോ, ക്ലിയർ ഉണ്ട്, പറഞ്ഞോളൂ. എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പൊ നമ്മൾ ബാറ്ററി കണക്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ 450 ഓംസ് ആ 500 and 450 ഓംസിന്റെ അതന്നെയാണ് ബേസിക് ആയിട്ട് എല്ലാ അതിന്റെ റീഡിങ് കാണിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇവിടെ ഇപ്പോ ഞാൻ അത് പറയുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് ഒരു 10 ഡിവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് ചെക്ക് ചെയ്യാം. 10 ഡിവൈസ് എടുത്തിട്ട് ഇതുവരെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ എത്ര ശതമാനം, ഇവിടുന്ന് ഒരു 30% അല്ലെങ്കിൽ 40%, 50% ആണെങ്കിൽ അത് ഓപ്പൺ ആണെന്നുള്ള നിങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് പോയിട്ട് നിങ്ങൾ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇത് കാലിബ്രേഷൻ ചെയ്യുക. മൾട്ടിമീറ്റർ നേരെ 0ക്ക് നീഡിൽ ഷോർട്ട് ആക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നാളെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പിന്നീടുള്ള ക്ലാസ്സുകൾ മനസ്സിലാവുള്ളൂ. കാരണം ഇത് നേരെ ഡിജിറ്റൽക്ക് മാറ്റാനുണ്ട്, അനലോഗിൽ നിന്ന് നേരെ ഡിജിറ്റൽക്ക് മാറാനുണ്ട്. അപ്പൊ അവര്
മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ടഫാണ്. കാരണം ഇതിന്റെ പ്രോബ് ഒക്കെ മാറ്റുന്നതൊക്കെ വ്യത്യാസം വരും. ഇങ്ങനെ വെക്കുമ്പോൾ നീഡിൽ രണ്ടും ഷോർട്ട് സർക്യൂട്ട് ആക്കി വെക്കുന്ന സമയത്ത് ഉള്ള കാലിബ്രേഷൻ ചെയ്തിട്ട് ഇതെന്ത് ചെയ്യണം, ഈ നീഡിൽ നേരെ സീറോയിലേക്ക് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൾട്ടിമീറ്ററിൽ വെക്കുക, മദർ ബോർഡിൽ വെക്കുക. മദർ ബോർഡ് വെക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം. സാധാരണ ഡിജിറ്റൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്ന ആളുകൾ ഗ്രൗണ്ട് പ്രോബ് ആണ് ഏത് ഏരിയയിലാണോ ചെക്ക് ചെയ്യുന്നത് അവിടെ വെക്കല്. അനലോഗ് മൾട്ടിമീറ്ററിൽ നേരെ തിരിച്ചിട്ടാവും വെക്കുക. അതായത് എങ്ങനെ, റെഡിലും ബ്ലാക്ക് ഗ്രൗണ്ടിലും അങ്ങനെ തന്നെ വെക്കലേ. അനലോഗ് മൾട്ടിമീറ്ററിൽ നേരെ ഗ്രൗണ്ടിലും റെഡ് ആണ് സാർ. കാരണം നേരെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൾട്ടിമീറ്ററിന്റെ പ്രോബ് അല്ല പിന്നെ ആ സൂചി തിരിച്ചടിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോ ഒരുപാട് ആളുകൾ ഇതിൽ റെക്കോർഡ് വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കുക, കാലിബ്രേഷൻ ചെയ്യുക, സീറോക്ക് എത്തിക്കുക. എത്തിച്ചതിന് ശേഷം റെഡ് പ്രോബ് ഏത് ഏരിയയിലാണോ ബാറ്ററി കണ്ടറിന്റെ പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുക, നിങ്ങൾ റെഡ് പ്രോബ് വെക്കുക, അതിന്റെ ബ്ലാക്ക് പ്രോബ് അതിന്റെ ഗ്രൗണ്ടിൽ വെക്കുക. എന്നിട്ട് ഇന്ന് പോയിട്ട് ഈ വർക്കിൽ വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. ഒരുപാട് ചാർട്ടുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അയച്ചു തരാനുണ്ടാവും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മടിയുമില്ലാതെ എനിക്ക് പഠിക്കണം, എനിക്ക് ഭാവിയിൽ നല്ലൊരു ഉയർച്ച വേണം, അല്ലെങ്കിൽ ഒരു ഫോൾട്ട് കംപ്ലൈന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിവൈസ് സ്വന്തമായിട്ട് ഒരു യൂട്യൂബിന്റെ സഹായമോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായമോ അതും അല്ല എങ്കിൽ വേറെ ഒരാളുടെ സഹായം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെഡിയാക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് തരുന്ന വർക്കുകൾ അതാത് സമയത്ത് ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഒരു 50% പ്രോബ്ലംസ് നിങ്ങൾ ഒരു 20-25 ദിവസം കൊണ്ട് തീരും. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങളുടെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ പിന്നെ അതിൽ ഉത്തരം ഉണ്ടാവുള്ളൂ. അത് എല്ലാ ദിവസവും കറക്റ്റ് 9 മണി മുതൽ ഒരു 10-10:30 വരെ ലൈവിൽ തന്നെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 ദിവസം 25 ദിവസം മെനക്കെട്ടാൽ മതി. ലൈവിൽ തന്നെ വന്ന് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളെ മുന്നിൽ നിന്ന് ഒഴിവാകും. അത് മാറിക്കഴിഞ്ഞാൽ തന്നെ 90% പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ആവും. അപ്പൊ ഈ ഒരു, അതായത് ഇന്ന് നമ്മളെ ഷറഫാൻ പറഞ്ഞ മാതിരി ഇതിൽ ഉള്ള ഈ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, അനലോഗ് മൾട്ടിമീറ്ററിൽ നോക്കുക. ഇതുവരെ നിങ്ങൾ അതിന്റെ പെർസെൻറ്റേജ് ഒന്ന് വലത്തോട്ട് പോകുന്നു ഇടത്തോട്ട് വരും തിരിച്ചു വെക്കുമ്പോൾ എന്നുള്ളത് ആണ് മാറ്റിയിട്ട് അവിടെ വരുന്ന എക്സാക്ട് നമ്പർ എത്രയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നവരെന്ത് ചെയ്യുക, ഒരു 10 ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മൾട്ടിമീറ്ററിന്റെ മദർ ബോർഡിന്റെ ബാറ്ററി കൺട്രോളുള്ള 10 ഡിവൈസ്, അത് ഐഫോൺ ആവാം, സാംസങ് ആവാം, MI ആവാം, റെഡ്മി ആവാം, എല്ലാത്തിൻ്റെയും ഒരു 10 ഡിവൈസിന്റെ ബാറ്ററി കണക്ടറിന്റെ റീഡിങ് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ നമ്പർ നോക്കുക. അപ്പൊ നമ്പർ നോക്കുമ്പോൾ ഒരു കാര്യം പിടി കിട്ടും. ഐഫോൺ എക്സിന്റെ ഒരു ബാറ്ററി കണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 300 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു A50 നോക്കുന്ന സമയത്ത് കിട്ടുന്നത് ചിലപ്പം ഒരു 450 ആയിരിക്കും. ഒരു റെഡ്മി 10i കിട്ടുന്ന സമയത്ത് ചിലപ്പം കിട്ടൽ 250 ആയിരിക്കും. ഇത് ഞാൻ കറക്റ്റ് അല്ല, ഒരു ബോർഡ് മേതിനോട് ഏകദേശം ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങളൊരു നോക്കിയന്റെ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഒരു 150 കിട്ടിയേക്കാം. ഇതൊക്കെ ഫുള്ള് വർക്കിംഗ്. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു 10 ഡിവൈസിന്റെ ചാർട്ട് നിങ്ങൾ ആദ്യം എടുത്തു വെക്കുക. അത് അനലോഗ് മൾട്ടിമീറ്റർ ഉള്ളവരും എടുത്തു വെക്കുക. ഇനി അതല്ല ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യുക, ഇതേപോലെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡയോഡ് മോഡ് ഇത് ഇടേണ്ട, ഇത് അറിയാലോ, ഡയോഡ് മോഡിലാണ് ഇടേണ്ടത്. ഡയോഡ് മോഡ് എന്ന മോഡിലേക്കാണ് ഇടേണ്ടത്. അത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടല്ലോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ലേ? എന്നാലും പറയാണ്, ഇതാണ് ഡയോഡ് മോഡ്. ഇതിപ്പോൾ ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്ററിൽ ഇവിടെ ഇങ്ങനെ ഡയോഡ് മോഡ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഏതാണോ ആ മൾട്ടിമീറ്ററിൽ ഡയോഡ് മോഡിലാണ്. എന്തുകൊണ്ട് ഡയോഡ് മോഡിൽ ഇടുന്നു എന്നുള്ളതിന്റെ ഉത്തരങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് പോയിട്ട് 10 ഡിവൈസിന്റെ ഇത്രയും കാര്യങ്ങൾ, അത് അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നവരെ ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്യുക. ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, പ്രോബ് റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബ്ലാക്ക് പ്രോബ് കൊണ്ട് നമുക്ക് ഏതാണോ ബാറ്ററി കണ്ടർ അതല്ല വേറെ ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ ആ സെക്ഷനിൽ ചെക്ക് ചെയ്തിട്ട് ഡയോഡ് മോഡിൽ ഇവിടെ കാണുന്ന 10 ഡിവൈസിന്റെ റീഡിങ് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പേപ്പർ, ഒരു പുതിയ ബുക്കും ഒരു പെന്നും, നിങ്ങൾ ഒരു പുതിയ ബുക്ക്, ഒരു എന്താ പറയുക റെക്കോർഡ് ബുക്ക് ഞാൻ കാണിച്ചു തരാം.
ഇതേപോലത്തെ റെക്കോർഡ് ബുക്ക് വാങ്ങുക. എന്നിട്ട് തലക്കന്ന് നിങ്ങളെ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക. ഇത് ഇത്രയൊന്നും ഇതാണ് ഇതൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ ഡാറ്റ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതേപോലെ കുറെ സംഗതികൾ എഴുതി പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡാറ്റകളൊക്കെ എഴുതി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ നാളെ രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം. അതെന്ത് ചെയ്യുക, എഴുതിയിട്ട് തന്നെ വെക്കുക. ഒരു പേപ്പറിൽ 10 ഡിവൈസ് സാംസങ് S3 അതിൻ്റെ ബാറ്ററി കണക്ടറിൻ്റെ റീഡിങ് ഒരു 10 ഡിവൈസിൻ്റെ എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ആ ഒരു സംഗതി തെറ്റാണെന്നുള്ളത്. അതായത് നീഡിൽ വലത്തോട്ട് ഇടത്തോട്ട് നോക്കിയിട്ട് പറയുന്നത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ പ്രൂവ് ആവും. കാരണം ഓരോ മോഡലും ഓരോ റീഡിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്ത് ആ പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഒരു നമ്പറാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം കിട്ടും. നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ നമ്പറുകൾ നമ്മളെ മുന്നിൽ വരും. എന്ത് 450, 300, 100, 10. ആ നമ്പറിനെ പറയുന്ന പേരാണ് ഇംപെഡൻസ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് റെസിസ്റ്റൻസ്, GR വാല്യൂ എന്നൊക്കെ പറയുന്നത് ഈ നമ്പറിനെയാണ്. ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എടുത്ത് പഠിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്പർ കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഒരു സൈഡ് മാത്രം എടുത്താൽ മതിയാ? ഒരു സൈഡ് മാത്രം മതി, എല്ലാ സൈഡും ഒറ്റ സൈഡ് മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ 2 സൈഡിലേക്ക് വെച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. ഒരു സൈഡ് മാത്രം നോക്കിയാൽ മതി. പ്രോബ് തിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല. അതായത് എങ്ങനെ, റെഡ് പ്രോബ് എന്തെങ്കിലും വെക്കും, റെഡ് പ്രോബ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബ്ലാക്ക് പ്രോബ് നമ്മൾ ബാറ്ററി കൺട്രോളിൽ വെച്ചിട്ട് കിട്ടുന്ന റീഡിങ് മാത്രം നമുക്ക് ഇപ്പോൾ നിങ്ങൾ അത് മാത്രം എടുത്താൽ മതി. മറ്റേത് ഇതേ സെക്ഷനിൽ വരുന്നില്ല. അത് നെഗറ്റീവ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് മാത്രമേ പ്രോബ് തിരിച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കുക. അതേപോലെ തന്നെ അനലോഗ് മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു സൈഡ്, അതായത് ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ വെക്കുക, റെഡ് പ്രോബ് ഏതാണോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗം അവിടെ വെച്ചിട്ടുള്ള ഒരു 10 ഡിവൈസ് എടുക്കുക. ഇങ്ങനെ ഒരു ചാർട്ട് വരയ്ക്കുക. ഇങ്ങനെ ചാർട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക, 10 വെച്ചിട്ട് ഇവിടെ S3, S2, S1, X, 6+, 6S, 7, 7+. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതിനൊക്കെ വ്യത്യസ്ത റീഡിംഗ് ആയിരിക്കും. എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. 400, 500, 600, അല്ലെങ്കിൽ 350, 300, 230. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. ഇതിൽ കാണുന്ന, നിങ്ങൾ കരുതും 300, 350 കാണുന്ന 1 എന്ന് പറയുന്ന നമ്പറിന് പോലും നമ്മുടെ മുന്നിൽ അത്രയും വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഡിജിറ്റൽക്ക് മാറുള്ള കാരണം അനലോഗ് മൾട്ടിമീറ്റർ ചിലപ്പം ഒരു ഹോംസ്, ഈ 1 നമുക്ക് ഹോംസ് എന്ന് വിളിക്കാം, ഹോംസ് നമുക്ക് പഠിക്കാം. 1 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിന് പോലും അത്രയും വലിയ വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു 1 എന്ന് കാണുമ്പോൾ അത് 1 അല്ല എന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കി കളയരുത്. ആ 1നും അവിടെ എന്തുണ്ട്, വിലയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന 3നും 6നും 10 ഈ നമ്പറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മൊബൈൽ ഫോണിന്റെ ഓരോ മദർ ബോർഡിന്റെ സർക്യൂട്ടിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ അത് നിങ്ങളൊരു 10 അല്ലേ 6 അല്ലേ, ഇവിടെ ഒരു 300 ഉള്ളത് 305 അല്ലേ 310 അല്ലേ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ അത് ആ സർക്യൂട്ടിൽ തന്നെ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇതെന്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യം ബേസിക് ഇലക്ട്രോണിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റിലും യൂട്യൂബിലുണ്ട്. അത് ആദ്യം കണ്ട് മനസ്സിലാക്കുക. ഇന്ന് ഞാൻ അതിൻ്റെ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഡീപ്പായിട്ട് എങ്ങനെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, സെല്ല് കാര്യങ്ങൾ, ബാറ്ററി വോൾട്ടേജ് എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വരണം. ഒരു മാക്സിമം 2.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ടോട്ടൽ ഡ്യൂറേഷൻ അത് കണ്ട് മനസ്സിലാക്കുക. അതിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ആക്കുക. ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. അപ്പം മാക്സിമം സമയം എഫേർട്ട് എടുത്തിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു 20 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ കഴിയണം. വന്നിട്ടില്ല എങ്കിൽ ഇപ്പൊ പറയുന്നത്, ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു മൾട്ടിമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെ മാറി എന്നുള്ളത്, അത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നാളെ പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഉണ്ടാവില്ല. നാളെ പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള
എന്താ പറയുക, ഓരോ ഇന്നലെ പറഞ്ഞില്ലെന്ന് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വരാത്ത ഒരാളെ സംബന്ധിച്ച് അതിലേക്ക് അത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും. ആ കണക്ഷൻ പ്രോബ്ലം ഇതിൽ നല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റം പഠിക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മളെ ഇലക്ട്രോണിക്സ് ഡിവൈസിൽ ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, വോൾട്ടേജ്, അതേപോലെ തന്നെ കറണ്ട്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്. ഈ 3 കാര്യം. വോൾട്ടേജ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇതിൽ? ഇനി പറയുന്നത് നമ്മൾ ഒരു ഒറ്റ തിയറി മാത്രമേ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററും പവർ സപ്ലൈ വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് കണ്ടെത്താനും, അതേപോലെ തന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈന്റ് കണ്ടെത്താനും, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു കണക്ഷൻസ്, അതായത് നിങ്ങളൊരു മദർ ബോർഡ് എടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് സർക്യൂട്ട് വർക്ക് ആയില്ല, ഡയോഡ് വർക്കിംഗ് ആണോ നോക്കാനും, അതേപോലെ തന്നെ അതിന്റെ കോയിൽ വർക്കിംഗ് ആണോ നോക്കാനും, അല്ല എന്നെങ്കിൽ ഡിസ്പ്ലേ വരാത്ത കംപ്ലൈന്റിന് ഇതിലേക്കുള്ള വോൾട്ടേജ് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലേക്കുള്ള കണക്ഷൻസ് ഉണ്ടോ ഇല്ലേ, ആ ട്രാക്ക് മിസ്സിംഗ് ആണോ ഇല്ലേ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു തിയറിയാണ് ഓംസ് ലോ. അപ്പൊ ഈ ഓംസ് ലോ ആയി ബന്ധപ്പെട്ടിട്ട് ഡീപ്പായിട്ട് അതിലുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അതിന്റെ കൂടുതലും കുറയിലൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ സർക്യൂട്ടിൽ ഓരോരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് അത്ര അളവുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ടെക്നീഷ്യനായിട്ട് മാറാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾ അത് പഠിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം. പക്ഷെ തുടക്കത്തിൽ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയം നമുക്കൊരു പ്രശ്നമല്ല. മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലൈവിൽ വരിക, കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, പോവാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. വോൾട്ടേജ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇതിൽ? ആ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. വോൾട്ടേജ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇതിൽ? എന്താണ് വോൾട്ടേജ് എന്ന് അറിയാത്ത ആരെങ്കിലും പറഞ്ഞോളൂ. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആരുമില്ല ഇതില്? മെയിൻ ഇലക്ട്രോണിക്സ് ITI കഴിഞ്ഞ ആരുമില്ല? നിങ്ങൾ തെറ്റുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം തെറ്റ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കാരണം തെറ്റുകളിൽ നിന്ന് മാത്രം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വോൾട്ടേജ് ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതൊരു ഇലക്ട്രോണിക് സാധനവും വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളതായിരിക്കണം വോൾട്ടേജ്. ഞാൻ മനസ്സിലാക്കിയത് അത് സംഗതി അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ കറക്റ്റ് എന്താണ് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് കറണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളെല്ലാവരും ചോദിക്കലാണ് ഈ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടെത്തും, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടെത്തും എന്ന് പറയുമ്പോൾ അത് രണ്ടും തമ്മിൽ, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിന്റെ കെമിസ്ട്രി പരമായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് പോകണം എന്നല്ല പറഞ്ഞത്. അതിന് എന്താണ് നമ്മുടെ സർവീസിന് ആവശ്യമായിട്ട് നമ്മൾ അതിനെ എങ്ങനെ പഠിക്കും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം, അതായത് ഞാൻ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒരു മദർ ബോർഡാണ്. ഇത് ഞാൻ ഇതിന്റെ മേലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ഇതിന്റെ മേലെ ഒരു മദർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ഒരു മദർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ മദർ ബോർഡ് ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതായത് ഇത് നിശ്ചലമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതായത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 0 ആണ്. അതായത് അതൊന്നും ചലിക്കുന്നില്ല, അവിടെ 0 ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിനെ എനിക്ക് ചലിപ്പിക്കണമെങ്കിൽ എക്സ്റ്റേണലി എനിക്കൊരു എന്ത് വേണം? ഒരു ബലം ആവശ്യമുണ്ട്. ആ ബലം ഞാൻ ഇതിന് കൊടുക്കുമ്പോൾ ഇതിന്റെ എന്തുണ്ട്? ഇത് ചലിക്കാൻ തുടങ്ങുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായോ ആ സംഗതി? അതായത് ഒരു സംഗതി നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഗതിയെ നമുക്ക് അതിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് ഒരു ബലം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്താണ്, ഈ ഒരു ബോർഡ് ഇത് അനക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് എക്സ്റ്റേണലി ഞാൻ എൻ്റെ വിരൽ കൊണ്ട് ഒരു ബലം കൊടുക്കുകയാണ്. അപ്പൊ ബലം കൊടുക്കുന്നതനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ആയി പോകുന്നുണ്ട്. ആ ഒരു സംഗതി ക്ലിയർ അല്ലോ? നിങ്ങളൊരു വണ്ടി പഞ്ചറായിട്ട് നിന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വണ്ടി സ്റ്റെക്കായിട്ട് നിന്ന് കഴിഞ്ഞാലോ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ കുറച്ച് 4 ആളുകൾ ചേർന്നിട്ട് അതിനെ തള്ളിയിട്ട് എന്ത് ചെയ്യും? അതിനെ ചലിപ്പിക്കാൻ തുടങ്ങും. ആ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതേ സെയിം ഫങ്ഷൻ തന്നെയാണ് അത്. ഞാൻ പറയുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ചാർജുള്ള ഇലക്ട്രോണിനെ, ചാർജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
ഇലക്ട്രോൺ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ്, ന്യൂട്രോൺ, പ്രോട്ടോൺസ്, ആറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ തുമ്പത്ത് വരെ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട്. അത് വേറെ പോട്ടെ. അങ്ങനെ ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിന്, അപ്പൊ ഈ ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതെന്താണ്, കറന്റ് ആണുള്ളത്. അപ്പൊ ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പോൾ അങ്ങനെ ചാർജ് ഉള്ള ഒരു, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, 1 ആംപിയർ ചാർജ് ഉള്ള ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് തിയറിപരമായിട്ട് ശരിയാണോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളൊരു മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉപയോഗങ്ങളാണ് വരിക. ഈ ഒരു ആംപിയർ ചാർജ് ഉള്ള സാധനത്തിന് എനിക്ക് ഇവിടെ നിന്ന് വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് വേണം, നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വാഹനം തള്ളുകയാണെങ്കിലും ഒരു ടേബിൾ നീക്കുകയാണെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അനിവാര്യമാണ്. അപ്പൊ അതിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേര്, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നുള്ളത്. ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ് എന്ത്, നമ്മളെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു കാര്യം മനസ്സിലായി, കറന്റ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, എന്നാൽ വോൾട്ടേജ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. രണ്ടും അതിന് പ്രൊപ്പോർഷനിലാണ് എന്നുള്ളതാണ് അതിന്റെ നിയമം, അതിന്റെ തിയറി പറയുന്നത്. അപ്പൊ വോൾട്ടേജ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, അതേപോലെ തന്നെ കറണ്ട് മാത്രം ഉണ്ടായതും കണ്ട് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതുള്ളൂ. അപ്പൊ പറയുന്ന പേരാണ് വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന ഇക്വേഷൻ. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് ഇക്വേഷൻസ് കാര്യങ്ങൾ നമുക്കിപ്പോൾ വല്ലാതെ വേണ്ട. അപ്പൊ എന്ത് മനസ്സിലായി, വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഉള്ള കറന്റിനെ അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ഫോഴ്സിനെ പറയുന്ന പേരാണ് വോൾട്ടേജ്, അതായത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ആ പറഞ്ഞ വാക്ക് ക്ലിയർ ആയോ? അതിന് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ? ഇല്ല, ആരെങ്കിലും നിങ്ങൾ മൈക്ക് തുറന്നു കാണുന്ന ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതൊന്നും മനസ്സിലാവാതെ നമുക്ക് ഒരിക്കലും നിങ്ങൾ മൈക്ക് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം നിങ്ങളുടെ സംശയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ത് വള്ളി സംശയങ്ങൾ ഇവിടെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ചോദിക്കാം, ഞാൻ അഥവാ എനിക്ക് അതിനെ പറ്റി തീരെ അറിയില്ല എങ്കിൽ പോലും ഞാനത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അവസരങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മുതലാക്കി എടുക്കുക. സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ എങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞോളൂ. ചാർജുള്ള കറന്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ഫോഴ്സിനല്ലേ പറയുന്നത്? അതെ അതെ അതെ, അത് മനസ്സിലായില്ലേ? അത് നിങ്ങൾ അതായത് ആ ടേംസ് നിങ്ങൾ അതിന്റെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. അത് എന്തിനാണ് നമുക്കൊരു ഫോണിൽ അത് എപ്പോ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കിട്ടുമ്പോൾ മനസ്സിലാവും. അതായത് വോൾട്ടേജും കറന്റും എന്നാണ്. അപ്പൊ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വോൾട്ടേജ് പറഞ്ഞു, ഒരു കറന്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു ഫോഴ്സ് ആണ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പൊ കറന്റ് എന്താ? കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ വോൾട്ടേജിനെ കുറിച്ച് ചെറിയ ഐഡിയ ഉണ്ടായി. ഇത് ഈ മൂന്നും തമ്മിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വി ഈക്വൽ നമുക്ക് ഇ എം എഫ് എന്ന് പറയാം. അതായത് അതിന്റെ ഒരു ഇ എം എഫ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമുക്ക് വി എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഇ എം എഫ് വി എന്നുള്ളത് അല്ലാതെ നിങ്ങൾ വി എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. ഇത് അതിന്റെ ആ ഒരു ഇക്വേഷൻസ് വരുന്ന സമയത്തുള്ളതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അത് ഒന്ന് നിങ്ങളെ മൈൻഡിൽ വല്ലാതെ വെക്കണ്ട. ഇപ്പൊ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ കറന്റിന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സംഗതി മനസ്സിലാക്കുക. അപ്പൊ കറന്റ് അല്ലെങ്കിൽ ആംബിയർ എന്ന് പറയുന്ന സാധനം, അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക, ഏതൊരു സംഗതിക്കും ഒരു വോൾട്ടേജ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ വി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സർക്യൂട്ടിൽ ഇ എം എഫ് എന്നൊന്നും കാണൂല, സർക്യൂട്ടിൽ കാണുന്നത് വി എന്നേ കാണുള്ളൂ. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, വി എന്ന് വിളിക്കാം. അപ്പൊ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആറ്റത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും എന്താന്നുള്ളത്. അതിന്റെ വീഡിയോസും അതിന്റെ കെമിസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതും കൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണ്ടു തീർത്തിട്ട് നാളെ അത് ചോദിക്കാം. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ചാർജ് ഉള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യുക ഏകദേശം എത്രയോ ബില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ പാസ് ചെയ്യും. അതിന്റെ യൂണിറ്റ് കറക്റ്റ് എനിക്ക് ഗൂഗിൾ നോക്കിയാൽ കിട്ടുള്ളൂ. ഏകദേശം 6.6
6.0.8 ഇൻറ്റു 10⁻⁶ അങ്ങനെ എന്തോ ഒരു അളവിൽ ചാർജ് ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ ആംബിയറും കറണ്ടും ആംബിയർ നോക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആ കപ്പാസിറ്റർ ഹീറ്റ് ആകുന്നു, എന്തുകൊണ്ട് ആ കപ്പാസിറ്റർ ഹീറ്റ് ആകുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. അതായത് ഇതൊരു ചാലകമാണ്. ഈ ചാലകം എന്താന്നുള്ളതും അല്ലെങ്കിൽ കണ്ടക്ടർ എന്താന്നുള്ളതും അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇരുമ്പ്, ഗോൾഡ്, സ്വർണം, അതേപോലെ തന്നെ അലുമിനിയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വൈദ്യുതി പാസ് ചെയ്ത് പോകും എന്നുള്ളത് രീതിയിലാണ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ പോവുള്ളൂ. പിന്നെ തീരെ ഇല്ലാത്ത പ്ലാസ്റ്റിക്, ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് തീരെ വൈദ്യുതി പാസ് ചെയ്ത സാധനങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാലകമാണ്, ഇതൊരു ഇരുമ്പാണ് അല്ലെങ്കിൽ അയണാണ്. ഇതിൽ നിന്ന് 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.10 ഒരു കണക്ക് പറയാം. ഇത്രയും ബില്യൺസ് എന്ത് പോകുന്നുണ്ട്, ബില്യൺസ് ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഒരു ഏരിയയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 യൂണിറ്റ് കറണ്ട് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. 1 യൂണിറ്റ് കറണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് 1 ആംബിയർ കറണ്ട് ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഈ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ ഒരു സെക്കൻഡിൽ അത്രയും ഇലക്ട്രോൺസ് പാസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ 1 ആംബിയർ എന്ന് വിളിക്കുക. ആംബിയർ ഇതിന്റെ കണക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് എടുക്കണം. കറക്റ്റ് നമുക്ക് അത്ര തന്നെ ആവശ്യമില്ല. ആ ഒരു നമ്പർ ജസ്റ്റ് മനസ്സിലാക്കുക. അത്രയും ബില്യൺസ് ഓഫ്, അതായത് കോടിക്കണക്കിന് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് 1 ആംബിയറിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ രീതിക്ക് നമ്മൾക്കിപ്പോൾ ഈ 10⁻⁻2 -3 ഒക്കെ കൺഫ്യൂഷൻ ആവും. നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവാണ് ആംബിയർ. അളവ്, അതാണ് അതിന്റെ അളവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. 1 ആംബിയറിൽ നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബില്യൺസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1 ലക്ഷം എന്നുള്ള രീതിയിൽ 1 ലാക്ക് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം. 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലൂടെ ഒഴുകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കിട്ടുന്നത് 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം ഇലക്ട്രോൺസ് ആണെന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഉദാഹരണമായിട്ട് വെക്കുക. നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു 12 വോൾട്ട് 1 ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഇതിലൂടെ പോകും. ഇത് ഈ 1 ലക്ഷം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ 12 വോൾട്ട് നമ്മൾ 2 ആംബിയർ കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ എത്ര ഇലക്ട്രോൺസ് പോകും? 2 ലക്ഷം. 2 ലക്ഷം ഇലക്ട്രോൺസ് പോവും. അത് നമ്മൾ 3 ആംബിയർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് 3 ആവും. 4 ആംബിയർ കൊടുക്കുമ്പോൾ അത് 4 ആവും. 5 ആംബിയർ കൊടുക്കുമ്പോൾ അത് 5 ആവും. അത് മനസ്സിലാക്കുക. അതായത് ഓരോ ആംബിയർ കൂട്ടുമ്പോഴും അതിലൂടെ ഒഴുകുന്ന ചാർജ് ഉള്ള കറണ്ടിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പവർ സപ്ലൈ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ആംബിയറിൽ കൊടുത്തിട്ട് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ആംബിയറിൽ വല്ലാതെ ആ ഒരു തീപ്പൊരി ഉണ്ടാവില്ല. നേരെ 5 ആംബിയർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ എന്താ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത്രയും അളവിൽ ചാർജുള്ള ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകണം. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ 1 ലക്ഷം എന്നുള്ള ഉദാഹരണമാക്കി എടുത്തു കഴിഞ്ഞാൽ 12 വോൾട്ട് 1 ആംബിയർ 1 ലക്ഷം ചാർജ് ഇലക്ട്രോൺസ് അങ്ങനെ കൂടി പോയി. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു ചോദ്യം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യമാണ്. ഈ ആംബിയർ കൂട്ടുമ്പോൾ അവിടെ ഒരു സംഗതി കൂടി കൂടേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തായിരിക്കും ആ കൂടേണ്ട സാധനം? ആർക്കെങ്കിലും പറയാൻ കഴിയും? ആംബിയർ കൂട്ടുമ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ വീട്ടിൽ വയറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KCB ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഓരോരോ സംഗതികൾ നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വയറിന്റെ തിക്നെസ്. യെസ്, വയറിന്റെ തിക്നെസ്. അതിന് കാരണം എന്താ? കൂടുതൽ ഫോഴ്സിലൂടെ പോകുമ്പോൾ അത് ചൂടാവുന്നതാണ്. താങ്ങാനുള്ള കപ്പാസിറ്റി. അപ്പൊ അത് എന്തിനാണ് എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ റീഡ് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ?
ഈ പറയുന്ന ഒരു സംഗതി ഇപ്പോൾ മനസ്സിലായി എന്തിനാണ് അത് എന്നുള്ളത്? ഇനി അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ആംബിയർ കൂടുമ്പോ ഹീറ്റ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട്, താങ്ങാൻ വേണ്ടിട്ട്. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, ഒരു 1 mm ഒരു ഇതില്, ഇത് 12 നമ്മൾ എസിന്റെ കേസല്ല, നമ്മളിപ്പോ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ 1 mm ഒരു കേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 യൂണിറ്റ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. പക്ഷെ അതിലേക്ക് നമ്മൾ 5 ആംപിയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹൈ ലോഡ് അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,00,000 ഇലക്ട്രോൺസ് അതിലൂടെ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു കേബിളിന് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ കേബിൾ എന്ത് ചെയ്യും? ഹീറ്റായി ബേൺ ആയിട്ട് പോകും. അത് ജൂൾസ് ലോ പ്രകാരം 10⁻³ അതായത് അതിന്റെ 3 മടങ്ങിലധികം അതെന്ത് ചെയ്യും? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ആ സംഗതി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ ആംപിയർ കൂടുന്തോറും അതിന്റെ കേബിളിന്റെ വലുപ്പവും നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതിന്റെ എത്രയാണോ അതിന്റെ മാക്സിമം ലോഡ്, അതിനനുസരിച്ചുള്ള കേബിളും അതിന് വേണം എന്നുള്ള ഈ ഒരു ബേസ് നോളജ്, ഇത് ഇതിന്റെ ഏറ്റവും ബേസിക് നോളജ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക വളരെ നിർബന്ധമാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലേശം എത്ര ആൾക്കാരുണ്ട്? 26 ആൾക്കാർ ഇപ്പൊ ഇതിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ചോദിച്ച് മനസ്സിലാക്കുക. ചോദിച്ച് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പിന്നീട് അതൊരു ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ലീക്കേജ് ചെക്ക് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. വേറെ ആർക്കെങ്കിലും? വേറെ ആരാള്? റിയാസ്, ധനീഷ് സി കെ? ഇല്ല. ധനീഷ് സി കെ? ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ സംഗതി മനസ്സിലാക്കുക. അപ്പൊ വോൾട്ടേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ടിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമുള്ള സാധനമാണെന്നുള്ളതും, 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലക്ഷക്കണക്കിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആംപിയർ കൂട്ടുമ്പോഴും അത്രയും ചാർജ് ഇലക്ട്രോൺസ് അതിലൂടെ കൂടി പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 1 ആംപിയർ 12 വോൾട്ട് 1 ആംപിയറിന് കേബിൾ അല്ലെങ്കിൽ ആ ഒരു ലോഡ് മതിയാവില്ല. 5 ആംപിയർ ഔട്ട്പുട്ട് വരുന്ന ഒരു ഡിവൈസിന് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കേബിളിന്റെ സൈസും കാര്യങ്ങളും മാറ്റേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനം കൂടി ഞാൻ എന്ത് ചെയ്തുതരാം, ഇവിടെ പറഞ്ഞുതരാം. ഇതിന്റെ പക്ക തിയറി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കി നോക്കുക. ഇനി രണ്ടാമത് വരുന്ന ഒരു സാധനമാണ് റെസിസ്റ്റർ. എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ എന്താന്ന് അറിയുന്നവരൊന്ന് പറയാം. ഒരാൾ പറയാം റെസിസ്റ്റർ എന്താന്നുള്ളത്. റെസിസ്റ്റർ എന്താണെന്ന് അറിയാം? പ്രതിരോധകം. പറഞ്ഞോളൂ. റെസിസ്റ്റർ സിമ്പിൾ ഇതാണ്. അത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിരോധകം. പ്രതിരോധം. അതിന്റെ ഡെഫിനിഷൻ? പാസ് ചെയ്യുന്ന കറന്റിനെ കുറയ്ക്കാനുള്ളതാണ് റെസിസ്റ്റർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജുനു അറിയോ? അറിയില്ലാന്നുണ്ടെങ്കിൽ അറിയില്ലാന്ന് തന്നെ പറഞ്ഞോളി. കാരണം ഇതില് ഇല്ലാന്ന് തന്നെ പറയാ. സജിത്ത് ഏജെ ഞാൻ പറഞ്ഞ വോൾട്ടേജും കറണ്ടിനും പറ്റിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക ഇപ്പൊ പറഞ്ഞത്. അതേപോലെ ആ വീഡിയോസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഡൗട്ടുകൾ ക്ലിയർ ആക്കുക. ഇനി നമ്മൾക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേമാണ് റെസിസ്റ്റർ. ഈ സാധനത്തെ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണത്, നോക്കി പോണത്. അപ്പൊ ഞാൻ ഇത് റെസിസ്റ്റർ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു ചോദ്യം, നമ്മുടെ നേരത്തെ നമ്മൾ ഷറഫ എന്നുള്ള ആളുടെ ഒരു ചോദ്യം ഉള്ളത്. ഈ ചോദ്യം നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു 450 റീഡിംഗ് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഫോണിലും ആ ഒരു 450 ആണോ റീഡിങ് വരിക എന്നുള്ള നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഒരു 450 ആണ് റീഡിങ് വരിക നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊരു മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് പോയിട്ട് നിങ്ങളൊരു 10 ടൈപ്പ് റെജിസ്റ്റർ വാങ്ങി. റെജിസ്റ്റർ എന്ന് പറഞ്ഞാൽ റെജിസ്റ്റർ കളർ കോഡിന്റെ റെജിസ്റ്റർ അല്ലാത്ത സാധാ SMD റെജിസ്റ്റർ, ഒരേ വലുപ്പത്തിലും ഒരേ ആകൃതിയിലും ഒരേ അളവും ഒക്കെ വരുന്ന ഒരു 10 റെജിസ്റ്റർ നിങ്ങൾക്ക് വാങ്ങി. റെജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 10 റെജിസ്റ്റർ ഇങ്ങനെ വാങ്ങി. ഇത് റെജിസ്റ്ററിന്റെ സിമ്പിൾ ആണ്. ഇതിന്റെ റെജിസ്റ്ററിന്റെ ഡിനോട്ടറിന്റെ ലെറ്ററിന്റെ പേര് R എന്നാണ്. അതിന്റെ യൂണിറ്റ് ഹോംസ് ആണ്. യൂണിറ്റ് ഹോം ആണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഓർമ്മയാക്കി വെക്കുക. സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത്
ആവശ്യം വരുന്ന ടേംസുകളാണ് 6 റെസിസ്റ്റർ ആണെന്നുള്ളതും ഓമിന്റെ സിമ്പിൾ ഇതാണെന്നുള്ളതും വോൾട്ടേജ് ഇങ്ങനെയാണെന്നുള്ളതും പിന്നെ ആംബിയർ കറണ്ട് എ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റെസിസ്റ്റർ എടുത്ത് നിങ്ങൾക്ക് ഞാൻ 10 റെസിസ്റ്റർ തരാണ്. ഞാൻ ഒരു 3 റെസിസ്റ്റർ തന്നു. ഈ 3 റെസിസ്റ്ററും 400 ഞങ്ങൾ ഒരു റെസിസ്റ്റർ അളന്നു. ഒരു റെസിസ്റ്റർ അളന്നപ്പോൾ അതിന് എത്ര കിട്ടി? 100 ഓംസ് എന്ന് കിട്ടി. വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എല്ലാ റെസിസ്റ്ററും 100 ഓംസ് തന്നെ ആവുമോ? ചോദ്യം മനസ്സിലായി? അല്ല, അത് പല മനസ്സിലായി. റെസിസ്റ്ററിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു ചാക്കിൽ എല്ലാ റെസിസ്റ്റർ 100 കെനും 50 കെനും മെഗാ ഓംസിനൊക്കെ റെസിസ്റ്റർ തന്നിട്ട് ഒരു 10 റെസിസ്റ്റർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് എടുത്ത നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് 10 1 2 3 4 5 റെസിസ്റ്റർ തന്നു. 5 റെസിസ്റ്റർ നിങ്ങൾ അളന്നു. അപ്പോൾ ഒരു ഇതിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനലോഗ് ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു പേഴ്സൻറ്റേജ് നോക്കിയിട്ടാണ് അത് ഷോർട്ട് ആണോ നോർമൽ ആണോ എന്ന് കണ്ടെത്തുന്നത്. അത് തിരുത്താൻ പോവാണ്. അപ്പൊ അതിൽ നിങ്ങൾ ചോദിച്ചു 450 എല്ലാത്തിനും അത് സെയിം ആണെന്ന് ചോദിച്ച അതേ ചോദ്യത്തോട് വീണ്ടും ചോദിക്കുകയാണ്. ഇതേപോലെ ഒരു 5 റെസിസ്റ്ററോ 6 റെസിസ്റ്ററോ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ നിങ്ങൾക്ക് 100 ഓംസ് കിട്ടിയാൽ ബാക്കി വരുന്ന 1 2 3 4 ഈ 4 റെസിസ്റ്ററും 100 ഓംസ് ആവാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ടാവും? പറഞ്ഞോളൂ. 1% പോലും ഉണ്ടാവില്ല. അത് വ്യത്യാസം ഉണ്ടാവും. അത് ചിലപ്പോ അതേ സെയിം വാല്യൂ ആണെങ്കിൽ ഒരു ഇതുണ്ടാവും. വ്യത്യാസമുള്ളതാണെങ്കിൽ 0.001% നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് എന്തുണ്ടാവും? എല്ലാത്തിന്റെയും റെസിസ്റ്റർ നമുക്ക് എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. 100 ഓംസിന്റെ ഇതാണ് നിങ്ങൾക്ക് തന്നത് എങ്കിൽ 1 2 3 4 100 ഓംസിന്റെ റെസിസ്റ്റർ ആണ് നിങ്ങളെയൊക്കെ തന്നത് എങ്കിൽ ആ 100 റെസിസ്റ്റർ എന്തായിരിക്കും? 100 ഓംസ് ആയിരിക്കും. ആവൂലേ? അത് ക്ലിയർ ആയോ? അപ്പൊ 100 ഓംസിന്റെ റെസിസ്റ്റർ 1 2 3 4 5 തന്നു കഴിഞ്ഞാൽ അത് മുഴുവനും 100 ഓംസ് ആയിരിക്കും. 1 2 3 4 5. അപ്പൊ നിങ്ങൾ ഈ 450 എന്ന് പറയുന്ന സെറ്റ് സാംസങ്ങിന്റെ ഒരു A50 ആണ് എങ്കിൽ, സാംസങ്ങിന്റെ ഒരു A50 നല്ല വർക്കിംഗ് ഉള്ള ഒരു സെറ്റ് നിങ്ങൾ എടുത്തപ്പോൾ അതിൽ കണ്ട റീഡിങ് അനലോഗ് മൾട്ടിമീറ്ററിൽ 450 ആണ് എങ്കിൽ, അതേ കംപ്ലൈന്റ് ഇല്ലാത്ത നോർമൽ ആയിട്ട് വരുന്ന ഒരു 10 സാംസങ്ങിന്റെ A50 തന്നാൽ അതിന്റെ റീഡിങ് എത്ര ഉണ്ടാവും ബാറ്ററി കൺട്രോളിൽ? 450. 450. മാറ്റൊന്നുമില്ലല്ലോ? ഇല്ല, അത് സെയിം ആണെങ്കിൽ 450 തന്നെ. അപ്പൊ എന്തായി? അപ്പൊ A50 ഒരു 10 തന്നു കഴിഞ്ഞാൽ 1 2 3 4 അല്ലെങ്കിൽ 5 A50 തന്നു കഴിഞ്ഞാൽ 5 A50ന്റെയും നിങ്ങൾ ചെയ്യുന്ന ബാറ്ററി കൺട്രോളിന്റെ റീഡിങ് എത്രയാണോ ആ 450 തന്നെ ഇതിലും വരും. ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? മുപ്പർ ചോദിച്ച ചോദ്യം 450 ആയിരുന്നു എല്ലാത്തിനും വരിക എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് 450 റീഡിങ് എല്ലാത്തിനും വരൂല എന്നുള്ളത് നമ്മൾ ഒരു മിക്സ് ആയിട്ടുള്ള കുറച്ച് റെസിസ്റ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തന്നു. അത് 1% പോലും ഒരേ സെയിം വാല്യൂ ആവില്ല. പക്ഷെ 100 ഓംസിന്റെ ഒരു 5 റെസിസ്റ്റർ തന്നു കഴിഞ്ഞാൽ അത് 5 റെസിസ്റ്റൻസും 100 ഓംസ് ആയിരിക്കും കാണിക്കുക. വർക്കിംഗ് ഉള്ള റെസിസ്റ്റൻസ് തന്നാൽ അതേപോലെ തന്നെ വർക്കിംഗ് ഉള്ള ഒരു A50 ഒരു 5 തന്നു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി കണക്ട് റീഡിങ്ങും 450 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ വീഡിയോ തിരിച്ചും മറിച്ചിട്ട് നിങ്ങൾ കാണുക. ഇനി വേറെ ഇതിന്റെ നമ്മൾ റെസിസ്റ്ററിലേക്ക് വരാം. റെസിസ്റ്ററിന്റെ യൂണിറ്റ് നമ്മൾ ഓംസ് എന്ന് പറഞ്ഞു, യൂണിറ്റ് പറഞ്ഞു. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ നേരത്തെ 1 ആംപിയർ കറണ്ടിൽ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ വേറെ വരുന്നുണ്ട്. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് ഇക്വേഷൻസ് ഒക്കെ ഒന്നും പോകണില്ല. 1 ആംപിയറിൽ കറണ്ട് നമ്മൾ 1 ലക്ഷം ആണ്
ചാർജുള്ള ഇലക്ട്രോൺസ് പോകുന്നത് എങ്കിൽ അത് നമ്മളൊരു റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഒരു 6 കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ 6ന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇവിടെ നമ്മളൊരു ഒരു 4 വോൾട്ട് ഒരു ആംപിയർ കൊടുത്ത് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ട് എന്തുണ്ടാവും, കുറവുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആംപിയറാണ് കൊടുത്തതെങ്കിൽ 4 വോൾട്ട് 1 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ആ റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ഉണ്ടാവും, അതിന്റെ വാല്യൂവിൽ ആംപിയറിൽ കുറവുണ്ടാവും. ചിലപ്പോൾ ഒരു 0.500 മില്ലി ആംപിയർ, അതായത് 0.5 ആംപിയറെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ റെസിസ്റ്റർ അവിടെ എന്താ ചെയ്യുന്നത്, അതിലൂടെ പോകുന്ന കറണ്ടിന് എന്ത് ചെയ്യും, അത് ഓപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ആംപിയറിൽ 1,00,000 പോകണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, റെസിസ്റ്റർ അവിടെ തടുത്തു നിർത്തും. ബാക്കി 50,000 എന്ത് ചെയ്യും, കടത്തി വിടും. അപ്പോൾ റെസിസ്റ്റർ എന്താണെന്നുള്ളതിന് ചെറിയൊരു ഐഡിയ കിട്ടി. അതായത് റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് പോവുകയാണ് എന്നതിൽ കറണ്ടിന് അതെന്ത് ചെയ്യും, അത് ഓപ്പോസിറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 4 വോൾട്ട് 1 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ അത് റെസിസ്റ്ററിന്റെ വാല്യൂ, അതിന്റെ എത്ര അളവാണ് ഔട്ട്പുട്ട് കാണുക എന്നുള്ളത് ഇക്വേഷൻ ഓംസിൽ പഠിക്കുമ്പോൾ V = IR വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര കറണ്ട് അവിടെ പോയി എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും എന്ന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 വോൾട്ട് 1 ആംപിയർ കൊടുത്താൽ ഈ ഒരു റെസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന റെസിസ്റ്ററിന്റെ വാല്യൂക്ക് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടിലെ കറണ്ട് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, അതിൽ ചെറിയൊരു ഡൗട്ട് ചോദിക്കട്ടെ സാറേ. പറഞ്ഞോളൂ. ഇപ്പൊ ഈ 4 വോൾട്ട് 1 ആംപിയറിൽ ഔട്ട് നമ്മൾ ഒരു റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ 0.5 ആയി മാറുന്നു എന്ന് പറഞ്ഞു. അല്ല, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഈ 4 വോൾട്ട് എന്നുള്ളത് നമ്മളൊരു ഇത് മൊബൈൽ അല്ലാത്ത പക്ഷം ഒരു 12 വോൾട്ട് സാർ മുന്നേ എക്സാമ്പിൾ എടുത്തല്ലോ. അപ്പൊ അവിടെ ഒരു 12 വോൾട്ട് 1 ആംപിയർ കൊടുക്കുമ്പോഴും ഇതേ പ്രോസസ് ആണോ നടക്കുന്നത്? പ്രോസസ് എല്ലാം സെയിം ആണ്. പ്രോസസ് അപ്പൊ അവിടെ വോൾട്ട് കൂടിയതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? അത് വോൾട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓരോ സർക്യൂട്ടിന് നമ്മൾ ഓരോ സർക്യൂട്ടിന് അതിൻ്റെതായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും അതിൻ്റെതായിട്ടുള്ള ലോഡും കൺസ്ട്രക്ഷൻ ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് അതായത് 12 കൊടുക്കുന്ന സമയത്ത് റെസിസ്റ്ററിന്റെ വാട്ട്സ് എന്ന് പറഞ്ഞ സാധനം വേറെ വരുന്നുണ്ട്. വാട്ട്സ് കൂട്ടേണ്ടി വരും, കാരണം ഹീറ്റിംഗ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് വാട്ട്സ് കൂട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ഓരോ സർക്യൂട്ട് അനുസരിച്ചിട്ട് റെസിസ്റ്ററിന്റെ വലുപ്പവും അതിന്റെ വാട്ട്സും കാര്യങ്ങളും കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെ മൊബൈൽ ഫോൺ ഇതിൽ വരുന്ന സമയത്ത് ഇത് സിഗ്നൽ പാസ് ചെയ്യാനും വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഓരോ സെൻസറിന്റെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സംഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിരോധം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഇത് നമ്മളൊരു 100K ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇതിന്റെ ഇക്വേഷൻസിന്റെ കണക്ക് നമുക്ക് വരും ദിവസങ്ങൾ എടുക്കാം. ഇന്നെ ഇക്വേഷൻ ഒക്കെ സാർ സിമ്പിൾ ആയിട്ട് ഒരു 12 വോൾട്ട് ഒരു 1K ഇട്ടിട്ട് ഒരു LED കത്തിക്കാൻ പറ്റും, 3 വോൾട്ടായി കുറയ്ക്കാൻ പറ്റും. അത് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പോ ഇതിൽ ആരെങ്കിലും ആംപ്ലിഫയറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 12 വോൾട്ടിന് ട്രാൻസ്ഫോമർ എന്നാണ് ഒരു 1K റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു 3 വോൾട്ടിന് LED വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചാൽ നിങ്ങളൊന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഒരു 1K റെസിസ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, ഒരു 12 വോൾട്ട് 1K റെസിസ്റ്ററിന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു LED 3 വോൾട്ടിന് LED കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കത്തും. നേരെ മറിച്ച് 12 വോൾട്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ LED കത്തി പോവുകയും ചെയ്യും, ബേണായി പോകും. അപ്പൊ അത് നോക്കി നോക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്താൽ, അതായത് സാറേ ഇതിപ്പം വോൾട്ടേജും ചെറുതായിട്ട് കുറയുന്നുണ്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത്. വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ സംഭവിക്കുന്നുള്ളത് കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ മറ്റേ സാർ എടുത്ത വീഡിയോയില് കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരങ്ങൾ കിട്ടും, എങ്ങനെയാണ് അത് വോൾട്ടേജ് കുറയുന്നത് എന്നുള്ളത്. ഒരു പാരലൽ സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. ഇത് നമ്മളെ ഫോണിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കുക. ഇത് എന്ത് ചെയ്യുക, പക്ക തിയറിപരമായിട്ടുള്ള ആറ്റങ്ങളും അതേപോലെ ന്യൂട്രോണും പ്രോട്ടോണും വെച്ചിട്ടുള്ള ക്ലാസ് അതിലുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് 100K കൊടുക്കുന്നതിന് ഒരു പ്രതിരോധം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാനിനി അടുത്തത്, ഇപ്പൊ എത്രയും സമയം എത്രയായി,
10 മണി 10 7:30 7:30. 10 മണി ഓക്കെ, അവിടെ നാട്ടിൽ 10. ക്ലിയർ അല്ലേ ബോർഡ്? അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോ റെസിസ്റ്റൻസ്, അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു റെസിസ്റ്റർ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു 100 കെന്റെ ഒരു റെസിസ്റ്ററിൽ നമ്മളൊരു ഇൻപുട്ട് 4 വോൾട്ട് 1 ആംപിയർ കൊടുക്കുമ്പോൾ ഇതിന് ഔട്ട്പുട്ട് 1 ആംപിയർ കൊടുക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് 0.5 അല്ലെങ്കിൽ 500 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റർ കൂടുമ്പോൾ കറന്റ് ഫ്ലോ എന്ത് ചെയ്യും? ആംബിയർ കുറയും. കറന്റ് ഫ്ലോ കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് ഫ്ലോ കൂടും. ഈ ടേമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഈ രണ്ട് കാര്യങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ വരാറുള്ളത്. ഇതിന് ഒരുപാട് ചാർട്ടുകൾ മറിച്ചിട്ടും തിരിച്ചിട്ടുള്ള ചാർട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം എന്ത് ചെയ്യുക? 4 വോൾട്ട് 1 ആംപിയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർ എക്സാമ്പിൾ 100 കെന്റെ പകരം നമ്മൾ 50 കെയാണ് കൊടുത്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുണ്ടാവും 100 കെയില് 0.500 50 കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? നമുക്ക് കാലിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 100 ഓംസ് കൊടുക്കാം. 100 ഓംസ് നമ്മളെന്താ ഇവിടെ നമ്മളെന്ത് ചെയ്യും? 100 ഓംസ് കൊടുത്ത് 4 വോൾട്ട്. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അതായത് 4 വോൾട്ട് 1 ആംപിയർ കൊടുത്തു, 100 ഓംസ് റെസിസ്റ്റർ കൊടുത്തപ്പോൾ അവിടെ 500 മില്ലി ആംപിയർ കിട്ടി. ഈ 100 ഓംസ് കൊടുത്ത പകരം 100 ഓംസിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു 0 ആണ് കൊടുത്തെന്ന് വിചാരിക്കുക. ഒരു 0 കൊണ്ട് റെസിസ്റ്റർ അവിടെ കൊടുത്തെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഇൻപുട്ടിൽ കൊടുത്ത കംപ്ലീറ്റ് കറണ്ട് എന്ത് ചെയ്യും? 1 ആംപിയറും എന്ത് ചെയ്യും? ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ക്ലിയർ ആയോ? അതായത് 4 വോൾട്ട് 1 ആംപിയർ കൊടുത്തപ്പോൾ 100 ഓംസിൽ കൂടെ പോയപ്പോൾ 500 മില്ലി ആംപിയർ ആണ് ഔട്ട്പുട്ട് എങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമ്മൾ പറയുന്നത് റെസിസ്റ്റർ കുറഞ്ഞാൽ അതിന്റെ കറണ്ട് എന്ത് ചെയ്യും? കൂടും എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട് നിങ്ങളെ മനസ്സിൽ വേണം. റെസിസ്റ്റർ കുറയുന്തോറും അതെന്താണ്? അതിന്റെ കറണ്ട് ഫ്ലോ കൂടും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? റെസിസ്റ്റർ ഇവിടെ എന്ത് ചെയ്തു? 100 ഓംസിൽ 500 മില്ലി ആംപിയർ ആണ് എങ്കിൽ അത് 0 ആണ് സമയത്ത് എന്ത് ചെയ്യും? 1 ആംപിയർ ആവും. ഇനി അതല്ല 100ന് പകരം ഒരു 50 ഓംസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 500 മില്ലി ആംപിയറുള്ള ചിലപ്പോൾ എത്ര ഉണ്ടാവും? ഒരു 750 മില്ലി ആംപിയർക്ക് എന്തായും? 250 മില്ലി ആംപിയർക്ക് വീണ്ടും ഇതായി വരും. സോറി, ഇത് കൂടി വരിക ചെയ്യും. 750 കൂടി വരും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടി വരും. ഈ ഒരു ടേം മനസ്സിലായി? അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പിന്നെ കൂടി ഈ 100 ഓംസുള്ളത് പിന്നെയും കൂടുകയാണ്. 100 ഓംസുള്ളത് എത്ര? 200 ഓംസ് ആയി വിചാരിക്കുക. അപ്പൊ 200 ഓംസ് ആകുമ്പോൾ എത്ര ആവും? ഏകദേശം ഒരു 4 വോൾട്ട് 1 ആംപിയർ കൊടുക്കുന്ന സമയത്ത് 200 ഓംസ് കൊടുത്ത ഏകദേശം നമ്മളൊരു 800 മില്ലി ആംപിയർ, ഒരു 300 മില്ലി ആംപിയർക്ക് എന്ത് ചെയ്യും? വീണ്ടും കൂടില്ല കുറയാ. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആംപിയർ കുറയും. 200 ഓംസിൽ 300, 100 ഓംസിൽ 50, 0 കറക്റ്റ് എത്രയാണോ 1 ആംപിയർ അത് വന്നു. 50 കൊടുത്തപ്പോൾ പിന്നെ അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടും. ഈ ടേം നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? കുറച്ച് റെസിസ്റ്റർ വാങ്ങാം. ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ, അതേപോലെ തന്നെ 200 ഓംസിന്റെ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഒരു 10 കെന്റെ റെസിസ്റ്റർ വാങ്ങാം. 1 കെന്റെ റെസിസ്റ്റർ വാങ്ങാം. ഇത്രയും റെസിസ്റ്റർ വാങ്ങിയിട്ട് ഇതിനൊക്കെ ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും കൊടുക്കുക, നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ പവർ സപ്ലൈ കാണുന്നുണ്ടോ? ഈ പവർ സപ്ലൈ കാണുന്നില്ല ഇവിടെ? ഇതിൽ മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു 2 വോൾട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 4 വോൾട്ട് കൊടുക്കുക. അപ്പോൾ ആ റെസിസ്റ്ററിന്റെ വാട്സിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ കൂട്ടിയും കുറച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഇവിടെ എന്ത് ചെയ്യുക? 4 വോൾട്ട് സെറ്റ് ചെയ്തിട്ട്
ഒരു ആംബിയറിന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. എന്താ ഒരു ആംബിയറിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 0 കാണിക്കുക. ഈ പോയിന്റിൽ എന്നുള്ള ആംബിയർ എന്നുള്ളവർക്ക് 0 കാണിക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ അക്രോസിൽ ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുന്തോറും അവിടെ കൺസ്യൂം ചെയ്യുന്ന ആംബിയർ എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് റെസിസ്റ്റർ നിങ്ങൾ കുറച്ച് വരുന്ന സമയത്ത് അടിയിൽ കാണുന്ന നമ്പറിന്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും. അത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലി നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് തിയററ്റിക്കലി ബോർഡുമിനെ വരച്ച് കാണിച്ചു തന്നു. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 10 ഓംസ് 20 ഓംസ് 100 ഓംസ് 100K 50K റെസിസ്റ്റർ വാങ്ങുക. എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് റെസിസ്റ്റർ അക്രോസ് കൊടുക്കുക. ഹൈ വോൾട്ടേജും ഹൈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബേൺ ആവും. അപ്പൊ ചെറിയ വോൾട്ടേജ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷിച്ച് നോക്കുക. എല്ലാത്തിലും സെയിം കറണ്ടും സെയിം ആംബിയറും തന്നെ കൊടുത്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ അക്രോസിലുള്ള എത്ര ലോഡ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഈ പവർ സപ്ലൈ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? പ്രാക്ടിക്കലായിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് വീഡിയോ ആയിട്ട് എങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പ്രാക്ടിക്കലി ഈ കാണിച്ചു തരുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ പറയല്ലോ, പ്രാക്ടിക്കലി കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറ എടുത്ത് കൊണ്ടുള്ള ടാസ്ക് നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താ എന്ന് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഒരു 5 റെസിസ്റ്റർ വാങ്ങാം. വ്യത്യസ്ത അളവിലുള്ള 5 റെസിസ്റ്റർ വാങ്ങാം. 5 റെസിസ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിമീറ്ററിൽ മിക്സ് ചെയ്ത് വാങ്ങിയ പോലെ ഹോംസിൽ ഇട്ടിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യൂ അതിൽ കാണിക്കാൻ പറ്റും. ആ വാല്യൂ കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കുക. ഇതേപോലത്തെ ചാർട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു അവൈലബിൾ അല്ല, അതൊരു പ്രശ്നമാണ്. റെസിസ്റ്റർ ഒരു മാർക്കറ്റ് ഇവിടെ ഇല്ല. അങ്ങനെ സാർ സൗദിയിലൊക്കെ കിട്ടാൻ പാടാണ്. അതിൽ പാടാണല്ലേ? കിട്ടും പക്ഷെ ഞാൻ നിൽക്കുന്ന ജിദ്ദയിലാണ്. ജിദ്ദ കിട്ടും പക്ഷെ അങ്ങനെ അവൈലബിൾ ഉള്ള ഷോപ്പ് ഇല്ല. നിങ്ങള് സൗദിയിൽ എവിടെയാണ്? ജിസാനിലാണല്ലേ? അമ്മ കുറച്ച് ഉള്ളോട്ടാണ്, ഉള്ളേരിയാണ് സാറേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ, ഞാനതൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഞാനത് ചെയ്തുതരാം. അപ്പൊ ഇങ്ങനെ കാണിക്കൽ ടാസ്ക് ആവും. ഇനി അതല്ല, ഇനി വേറെ ആർക്കെങ്കിലും രജിസ്റ്റർ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ, ജസ്റ്റ് നോട്ട് ചെയ്യാ. ഞാനത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇന്ന് എന്തായാലും നമുക്ക് സാധിക്കില്ല. വേണ്ട സാറേ, ഞാനൊരു കാര്യം പറയാം. സാർ ഒന്ന് കാണിച്ചു തന്നിട്ട്, അല്ലെ മൊബൈലിന്റെ മുകളിലുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെ കാണിച്ചു തരുന്നത് മാതിരി കാണിച്ചു തന്നാൽ തന്നെ നമുക്ക് നമ്മള് ഇപ്പൊ അവൈലബിൾ ആയിട്ട് മൊബൈലിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാലോ. മനസ്സിലായി, അത് സംഗതി മനസ്സിലായി. പക്ഷെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് അത്ര ചെറിയ സാധനം നമുക്ക് പ്രോബ് രണ്ടും തട്ടിക്കൽ ടാസ്ക് ആണ്. കാരണം ഒന്നാമത് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ചെയ്യല്ലോ. കാരണം ഇവിടെ ഉള്ള ബോർഡുമിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സർക്യൂട്ട് വരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായി മാറും. നമുക്കത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഞാൻ ഇവിടെ ഒരു ബ്രെഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതൊരു വീഡിയോ ആക്കി നമുക്ക് അടുത്ത ദിവസം അപ്ലൈ ചെയ്യാം. സാറേ ഇതിലൊന്ന് വീഡിയോ കാണിച്ചിട്ട് നമ്മളെ പവർ സപ്ലൈയിൽ ഉള്ള കാണുന്ന രീതിയിൽ വരെ ഒരു വീഡിയോ ആക്കി തന്നാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ആക്കി നാളെ എന്ത് ചെയ്യാം, ഇതിൽ പ്ലേ ചെയ്ത് ഞാൻ ഇതിൽ തന്നെ പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാക്കി തരാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതിലുള്ള കറണ്ട് ഫ്ലോ കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിലുള്ള കറണ്ട് ഫ്ലോ കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 2 ടേംസ് ഇപ്പൊ പറയുന്ന ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഇനി ഒരു കൊല്ലം വെച്ചിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ 1 കൊല്ലം വെച്ചിട്ട് തന്നെ അത് പഠിച്ച് മനസ്സിലാക്കുക. അതിൽ ആരെ സഹായം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, തേടുക, അത് പഠിച്ചെടുക്കുക. ഇനി എന്നോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഇനി എന്നെ കൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അറിയുന്നവരെ കൊണ്ട് അത് എന്ത് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം എന്താണെന്നുള്ളത്. അതിനാണ് ഞാൻ പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറഞ്ഞത്. പറ്റും എന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു 10 റെസിസ്റ്റർ വാങ്ങിയിട്ട് ഒരേ വോൾട്ട് ഒരേ ഇൻപുട്ട് ഒരേ ആംപിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷിക്കുക. അപ്പൊ ഇനി ഞാൻ വീണ്ടും നമ്മുടെ മറ്റേ ഷെർഫാൻക പറഞ്ഞ മാതിരി അതേ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 100 ഹോംസിന്റെ ഒരു 10 റെസിസ്റ്റർ ഞാൻ തന്നു. 100 ഹോംസിന്റെ 10 റെസിസ്റ്റർ ഞാൻ തന്നു. നമുക്കിപ്പോൾ 10 എടുക്കാം, നമുക്കിപ്പോൾ ഒരു 3 എടുക്കാം. നിങ്ങൾ ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ എത്ര റീഡിങ് കിട്ടണം? പറഞ്ഞോളൂ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് R1 എടുക്കാം, കിട്ടണം. അപ്പോൾ R1 ഈക്വൽ ടു 100 കിട്ടി. അതേപോലെ തന്നെ R2 ഈക്വൽ ടു 100 കിട്ടി.
ഇതൊക്കെ 100 ഓംസ് ആണെന്നുള്ള നമ്മുടെ കടക്കാരൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാതും 100 ഓംസ് ആണെന്നുള്ളത്. രണ്ടെണ്ണം നോക്കിയപ്പോൾ നമുക്ക് 100 കിട്ടി. നിങ്ങൾ R3 എന്ന് പറയുന്ന റീഡിങ് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 30 ആണ് എന്ന് വിചാരിക്കുക. എന്താവും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പൊ പറയുന്ന തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ? R1 100 മനസ്സിലായി, R2 100 മനസ്സിലായി, R3 നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 30 ഓംസ് ആണ്. ക്ലിയർ ആയോ? ചോദ്യം ക്ലിയർ ആയോ? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മൂന്നാമത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണ്. വേറെ അടുത്ത ആള് കുറവാണ്, റെസിസ്റ്റൻസ് കുറവാണ്. 30 ഓംസ് അല്ലേ ഉള്ളൂ, മറ്റേത് 100 ഓംസ് അല്ലേ? കറണ്ട് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞുണ്ടാവും. അവിടെ കൊടുത്തോട്ടോ. ഇതിൽ നിന്ന്, അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ 100 ഓംസ് ചെക്ക് ചെയ്തപ്പോൾ ക്ലാസ്സിലാണ്. ഇവിടെ 30 ഓംസ്. ക്ലാസ്സിലാണ് അതൊക്കെ meeting വളരെ മൈക്ക് മുട്ടയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ് എടുത്തത് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ ആ എടുത്ത കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മൈൻഡിക്ക് കയറൂല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ഇത്രേ ഉള്ളൂ, 3 റെസിസ്റ്റർ തന്നു, 3ന് വാല്യൂ 100 ഓംസ് കിട്ടി. R1 = 100 കിട്ടി, R2 = 100 കിട്ടി, R3 = 30 കിട്ടിയത്. പക്ഷെ നമുക്ക് കിട്ടിയ ഇത് ഞാൻ ഷോപ്പേരൻ തന്നു എന്ന് പറയുന്ന പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അകത്തുള്ള ഒരു രജിസ്റ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് അതെന്താ ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 100 ഓംസ് കിട്ടേണ്ടടുത്ത് 30 ഓംസ് കിട്ടിയാൽ അതിൽ നിന്ന് ഒരു പെട്ടെന്ന് കിട്ടേണ്ട ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഉത്തരം ആ റെസിസ്റ്റർ ഡാമേജ് ആണ്. യെസ്, ആ റെസിസ്റ്റർ ഡാമേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. റെസിസ്റ്ററിന്റെ തിയറിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നീട് പോവാം. നമുക്ക് ഒറ്റ കിട്ടുന്നതാണ്, ഈ ഒരു നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇത് ഡാമേജ് ആണ് എന്ന് കിട്ടി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്ത് മനസ്സിലായി? അപ്പൊ ഈ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് ഒരു സംഗതി കിട്ടി, എന്ത്? അത് ഡാമേജ് ആണ് എന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഞാനിവിടെ ഒരു R3 R4 എന്ന് പറയുന്ന റെസിസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. R4, ആ റെസിസ്റ്ററിൽ നമുക്ക് 100 ഓംസ് ആണ് വേണ്ടത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 200 ഓംസ് ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. കാരണം നമുക്ക് വിചാരിക്കാനേ പറ്റുള്ളൂ, അത് അങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടിയതെന്നാണ് 200 ഓംസ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്, ഹൈ ആയിട്ടുണ്ട്. റെസിസ്റ്റൻസ് കംപ്ലൈന്റ് ആണ്, ഷോർട്ട് ആണ്. ഷോർട്ട് എന്ന് പറയാൻ ആ ടേംസിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അത് നമുക്ക് എത്താം. ഷോർട്ട് എന്ന് പറയാൻ ആയിട്ടില്ല. നമ്മളിപ്പോൾ പറയുന്നത് വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ള നമുക്ക് വാർത്തന പഠിക്കാണ്ട്. ഈ 2 നമ്പറിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ആ 2 റെജിസ്റ്റർ. നിങ്ങളെ നിലവിലുള്ള ഐഡിയ വെച്ചിട്ട് പറഞ്ഞോളൂ. R3 വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണ്? റെസിസ്റ്റർ ഡാമേജ് ആണെന്ന് മനസ്സിലായി. R4 100 കിട്ടേണ്ടടുത്ത് 200 കിട്ടി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ആ റെസിസ്റ്ററും ഡാമേജ് ആണെന്ന് മനസ്സിലായി. ഇനി ഫസ്റ്റ് വന്ന അതേ ചോദ്യത്തിലേക്ക്, അനലോഗ് മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിലും ഒരു നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 450. നമ്മുടെ ഷറഫാൻ ഖാന്റെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. അതിലൊരു 450 മൂപ്പര് പറഞ്ഞ ഡിവൈസ് സാംസങ്ങിന്റെ A50 ആണ് എങ്കിൽ എല്ലാ A50കളും നമ്മളിവിടെ പ്രൂവ് ചെയ്തു 450 വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ മൂപ്പർക്ക് കിട്ടിയ ഒരു സെറ്റിൽ കിട്ടിയ വാല്യൂ എത്രയാണ്? 100 ആണ് എന്ന് വിചാരിക്കാം. ബാറ്ററി കൺട്രോളിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 100 എന്ന് പറയുന്ന ഒരു നമ്പറാണ് കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഫോൺ കംപ്ലൈന്റ് ആണ്. ഓക്കെ, പിന്നെ വേറെ പറഞ്ഞോളൂ. ഷർഫാൻ തന്നെ പറഞ്ഞോളൂ, എന്താ മനസ്സിലാക്കാൻ പറ്റിയ നിങ്ങൾക്ക്? ഇത് ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിലായി. കംപ്ലൈന്റ് ഉള്ളതെന്ന് മനസ്സിലായി. നല്ല രസമാണ്. സർവീസ് ചെയ്യാൻ ഭയങ്കര രസമാണ്.
പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ പറയല്ല, ഇത് നമ്മൾ നോക്കുന്നത് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള ഇത് മാത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. എല്ലാം നോക്കുന്ന നമ്പറിലോട്ടാണ്, അല്ലാതെ നമ്മൾ ഒരു പെർസെൻറ്റേജ് കണക്കോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒക്കെ നമ്പർ സിസ്റ്റമാണ്. ഇനി ഇവിടെ നിന്നാണ് പോകുമ്പോൾ കുറെ നമ്പർ വേറെ കുറെ വരാണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാല് അത് ഇതിലുള്ള നമ്മളെ ഫസ്റ്റ് രാവിലത്തെ ബാച്ചിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും, ഉള്ള നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഒരു കാര്യം മനസ്സിലായി, 450 കിട്ടേണ്ടടുത്ത് എത്ര കിട്ടിയത്? നമുക്ക് 100 കിട്ടിയത്. 100. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ, എന്ത്? അത് 450 350 അതിൽ കുറവാണ്. അപ്പൊ ഈ സംഗതി മനസ്സിലായി. ഒരു രജിസ്റ്റർ ഒരേ വാല്യൂവിന്റെ 10 അല്ലെങ്കിൽ 5 രജിസ്റ്റർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആണ് എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ ഇപ്പൊ തന്നെ ചെയ്തു വെക്കുക. അത് 100% ആ സർക്യൂട്ട് അല്ലെങ്കിൽ ആ റെസിസ്റ്റർ ഡാമേജ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ബാക്കോട്ട് വരാം. നമ്മൾ ഇതിനെ പഠിച്ച വേറെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. റെസിസ്റ്റർ കുറയുമ്പോ എന്ത് കൂടും? റെസിസ്റ്റർ കുറയുമ്പോ എന്താ കൂടുക? കറണ്ട് കൂടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ റെസിസ്റ്റർ കുറഞ്ഞ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തപ്പോ നമുക്ക് ഇവിടെ കിട്ടി. എന്ത് കിട്ടി? റെസിസ്റ്റർ കുറഞ്ഞ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ നമുക്ക് കറണ്ട് കൂടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ ലൈനിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും. നമ്മൾ പവർ സപ്ലൈയിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉള്ള ഡിവൈസുകളാണെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എടുക്കുന്നത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തിനു വേണ്ടി എടുക്കണമെന്ന് പറയും. അതറിയില്ല. അത് മനസ്സിലായി. അതായത് പവർ ബട്ടൺ നെക്കാതെ നമ്മൾ ബാറ്ററി കൺട്രോളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എടുക്കുന്നത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഈ മീറ്റർ നിങ്ങൾ കാണുന്നുണ്ടോ? മീറ്റർ നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ? ഇതിലിപ്പോ പവർ സപ്ലൈ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പവർ സപ്ലൈ കയ്യിലില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ നിങ്ങൾ ആദ്യം വാങ്ങണം. വാങ്ങിയിട്ട് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട. അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി തന്നെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും എന്നുള്ളത് പറഞ്ഞു. അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 450 കിട്ടുന്നിടത്ത് 100 കിട്ടി, അല്ല എങ്കിൽ 100 ഓംസ് കിട്ടുന്നിടത്ത് 30 ഓംസ് കിട്ടി എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതിന്റെ ഔട്ട്പുട്ടിൽ, അതായത് 100 ഓംസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് 10 മില്ലി ആംബിയർ ആണ് ഇത് കൺസ്യൂം ചെയ്യുന്ന. ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. 10 മില്ലി ആംബിയർ ആണ് ഇതിന്റെ, അതായത് 10 മില്ലി ആംബിയർ ആണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ നിൽക്കുന്ന ലോഡ് എങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിലും 10 മില്ലി ആംബിയർ ആവും അല്ലേ? കാരണം 100 ഓംസിന്റെ 10 മില്ലി ആംബിയർ ആണെങ്കിൽ ഇതിനും 10 മില്ലി ആംബിയർ ആവും. ഇതിൽ നമുക്ക് കിട്ടിയ R3 എന്ന് പറയുന്ന റീഡിങ്ങിൽ നമുക്ക് എത്ര കിട്ടിയത്? 30 കിട്ടിയത്. അപ്പൊ അതിലെന്താ സംഭവിക്കുക? കറണ്ട് കൂടോ കുറയും? കറണ്ട് കൂടും. കാരണം കുറവാണ്. ഓക്കെ, അപ്പൊ കറണ്ട് കൂടും. ആ ടേംസ് നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ പഠിച്ചു വെക്കുക. എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 റെസിസ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. അത് പ്രാക്ടിക്കലി അതാണ് പ്രൂവ് ചെയ്യുക. റെസിസ്റ്ററിന് അക്രോസിൽ 1 വോൾട്ട് 1 ആംബിയർ 2 വോൾട്ട് കൊടുത്തിട്ട് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യുക. ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് അയച്ചുതരും ചെയ്യാം. അതേപോലെ തന്നെ R4 ഇവിടെ സംഭവിച്ചു, കറണ്ട് കൂടി. അപ്പൊ കറണ്ട് കൂടി എന്ന് പറയുമ്പോൾ ഒരു 10 മില്ലി ആംബിയർ ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 50 മില്ലി ആംബിയർക്ക് എന്ത് ചെയ്തു? അത് ഇൻക്രീസ് ആയിപ്പോയി, 30 ഓംസ് ആയപ്പോ. പിന്നെ R4 എന്താ സംഭവിക്കുക? ഇതാണ് അടുത്ത. R4 കിട്ടിയത് നമുക്ക് 200 ഓംസാ കിട്ടിയത്. എന്താ സംഭവിക്കുക? കറണ്ട് കുറയും. അപ്പൊ ഈ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും സർക്യൂട്ടില്? ഫ്ലോ കൂടും. എന്ത് ഫ്ലോ? വോൾട്ടേജിന്റെ. നെക്സ്റ്റ് അടുത്തത് ആർക്കെങ്കിലും പറയാൻ കഴിയും? കറണ്ട് ഫ്ലോ കുറയും.
അപ്പൊ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അവിടെ കറണ്ട് അവിടെ എത്തൂല. അപ്പൊ സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? സർക്യൂട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യൂല. വർക്ക് ചെയ്യൂല. ആ പോയിന്റ് കിട്ടിയോ? അപ്പോ കിട്ടി. അപ്പോ എന്റെ ചോദ്യം നേരത്തെ വന്ന അതേ ചോദ്യത്തിലേക്ക് A15ന്റെ നോർമൽ വാല്യൂ 450 ആണ് നമ്മുടെ ഷെർഫാൻക പറഞ്ഞു. അത് നമുക്ക് 100 കിട്ടിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അതിലെ കറണ്ട് ഫ്ലോ കൂടുതലാണ് എന്നുള്ളത്. അത് നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബട്ടൺ ഓൺ ആക്കാതെ ഡയറക്റ്റ് എന്ത് ചെയ്യും? ഡയറക്റ്റ് നോയ്സ് വരുന്നുണ്ട്, വേറെ ആരൊക്കെ ഈ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടുന്നു മനസ്സിലായി, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയുന്നു മനസ്സിലായി. അപ്പോൾ എന്റെ ചോദ്യം, അതേ 450 A50 കിട്ടുന്ന സെറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഒരു 900 ആണ് എന്ന് വിചാരിക്കുക. ആ ഡിവൈസ് വർക്കാവൂലേ? ആ ഡിവൈസ് സോറി സാർ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ 400, നിങ്ങൾ തന്നെ സാംസങ്ങിന്റെ A50 ആണ്, നിങ്ങൾ 450 റീഡിങ് പറഞ്ഞു. അതിൽ 100 കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ലോ റെസിസ്റ്റൻസ് ആണ്, അതിൽ കറണ്ട് ഫ്ലോ കൂടും, അതായത് അതിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും എന്നുള്ളത്. ഷോർട്ട് എന്താന്നുള്ളത് കറണ്ട് കൂടെ ഷോർട്ട് എന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. അതേപോലെ 30 ആണെങ്കിൽ അതിൽ ഷോർട്ട് സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ കൂടി. അതേപോലെ തന്നെ 200 ഹോംസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, അതിന്റെ കറണ്ട് അങ്ങോട്ട് കറക്റ്റ് എത്താത്ത പ്രശ്നം വരും, സർക്യൂട്ട് വർക്ക് ആവില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ A50യിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 900 ആണെന്ന് വിചാരിക്കുക. ആ ഫോണ് വർക്കാവോ? ചോദ്യം മനസ്സിലായോ? ഹലോ, ആലോചിക്കാൻ മാത്രമേ ഉണ്ടോ? അതായത് കറണ്ട് ഫ്ലോ അവിടെ, അതായത് 200 നമുക്ക് വേണ്ട നോർമൽ വാല്യൂ 450 ആണ്, അതിൽ നമുക്ക് 900 കിട്ടി. ഇവിടെ എന്താ കൂടിയത് 450 900ക്ക്? അതിന്റെ എന്ത് കൂടി? വോൾട്ടേജ് അല്ല, റെസിസ്റ്റൻസ്. 6 അവിടെ കൂടി. റെസിസ്റ്റൻസ് കൂടിയാ നമ്മൾ പറഞ്ഞു, റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എന്താണ് അവിടെ കുറയാ? കറണ്ട് കുറഞ്ഞ സർക്യൂട്ടിൽ എന്താ ബാധിക്കുക? അതായത് അതിലേക്ക് പ്രോപ്പർ ആയിട്ട് വോൾട്ടേജോ കറണ്ടോ ഒന്നും എത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു 3 നമ്പർ, ഈ കാര്യങ്ങൾ ഞാൻ വായിക്കാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ ഒരു ബിഗിനർ കോഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് വന്ന് വരുമ്പോൾ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന 3 ടൈപ്പ് കംപ്ലൈന്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 ടൈപ്പ്, അത് നമുക്ക് 4 ടൈപ്പ് ആക്കിയിട്ട് മാറ്റാം. 3 ടൈപ്പ് ആണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഒന്ന് അതിന്റെ നോർമൽ സർക്യൂട്ട്, പിന്നെ അത് ഓപ്പൺ സർക്യൂട്ട്, പിന്നെ ഷോർട്ട് സർക്യൂട്ട്. ഈ 3 ടൈമുകൾ കണ്ടിട്ടുണ്ടല്ലോ. അത് വൈബ്രേഷൻ ഒക്കെ ഓഫ് ആക്കിയാണ്. മൈക്ക് നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്, കാരണം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. നോർമല്, ഓപ്പൺ, ഷോർട്ട് സർക്യൂട്ട്, ഈ 3 ടേമുകൾ കേട്ടിട്ടുണ്ടല്ലോ. യെസ്. അപ്പൊ നമ്മള് അതേ റീഡിങ്ങിലേക്ക് വരികയാണ്. നമ്മുടെ ഷർഫാൻ ഖാന്റെ ആ ഒരു A50ന്റെ നോർമൽ റീഡിങ് എത്രയായിരുന്നു? 450. ഏത് A50 വന്ന A50ന്റെ 450 പഠിച്ചു വെക്കരുത്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. നോർമൽ റീഡിങ് 450. അതിന്റെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള റീഡിങ് എത്രയായിരുന്നു? അബ്നോർമൽ ആയിട്ടുള്ള റീഡിങ് 900. പിന്നെ 2 റീഡിങ് അബ്നോർമൽ പറഞ്ഞത് 100. ഇത് 3ഉം അതിന്റെ അബ്നോർമൽ റീഡിങ് ആയിട്ട് നമ്മൾ പറയും. ഈ ഒരു റീഡിങ് നോക്കിയിട്ട് 450 നോർമലാണ്, അബ്നോർമൽ 900 ആണ്, അബ്നോർമൽ 100 ആണ്. ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നോർമൽ റീഡിംഗ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ അബ്നോർമൽ 900 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടേക്ക് കറണ്ട് മര്യാദ രീതിയിൽ എത്താത്ത കണ്ടീഷനാണ്
റെസിസ്റ്റൻസ് കൂടുമ്പോൾ സംഭവിക്കുന്നത് അല്ലേ? യെസ്. യെസ്. അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? ഓപ്പൺ സർക്യൂട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. അതായത് മര്യാദ രീതിയിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു ഇരുമ്പാണ്. ഇത് ഓൾറെഡി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതൊരു വയറാണ്. എന്തോ ചില കാരണം കൊണ്ട് ഇത് കട്ടായി പോയി. അത് ഇതിന്റെ ഇന്റേണലി ഇവിടെ ഒരു ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണില്ല, ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യുന്ന ഇവിടേക്ക് എത്തുന്നില്ല. അതാണ് എന്ത് ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ഓപ്പൺ സർക്യൂട്ട് ക്ലിയർ ആകാത്തവർ മനസ്സിലാക്കിക്കോളൂ. അതായത് ഇവിടുന്ന് കറണ്ട് ഇപ്പുറത്തേക്ക് എത്താത്ത, ഇന്റേണലി അത് കട്ടായിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഫോണിനകത്തുള്ള ഒരു സർക്യൂട്ടും കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. പക്ഷെ ഇപ്പൊ പഠിക്കുന്ന ഈ നമ്പർ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അപ്പൊ അത് മനസ്സിലായി. പിന്നെ അബ്നോർമൽ എന്ന് പറയുന്ന ഒരു നമ്പറാണ് വരുന്നത്. അത് എത്രയാണ്? 100 ആണ്. മനസ്സിലായില്ല. ആർക്കാ മനസ്സിലാകത്ത്? എനിക്ക് ആ സമയത്ത് കട്ടായി പോയി. ഓക്കെ, അതായത് ഇതൊരു കേബിൾ ആണ്. റീഡിങ്ങിന്റെ പറഞ്ഞപ്പോ മൊത്തം ഇതൊരു റെഡ് വയർ ഒരു കേബിൾ ആണ്. ഇതിന്റെ ഇന്റേണലി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ സൈഡത്തെ കറണ്ട് ഈ സൈഡിലേക്ക് എത്തുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രതിരോധം. കാരണം എന്താ, ഇതിന്റെ അടിയിൽ കേബിൾ കട്ടായത് കൊണ്ട് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഈ സൈഡിലേക്ക് എത്തുന്നില്ല. അപ്പൊ അത് ഇന്റേണലി ആ സർക്യൂട്ട് എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കിടക്കുകയാണെന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? അത് ക്ലിയർ ആയില്ലേ? ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേബിൾ മുറിച്ച് എന്നുള്ള അർത്ഥമാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കേബിൾ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 PVC പൈപ്പിനുള്ളിൽ ഇടുകയാണ്. കട്ട് ചെയ്തിട്ട് വെച്ച് നമുക്ക് കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റൂല. പക്ഷെ ഉള്ളിൽ അത് എന്തുണ്ട്? ബ്രേക്ക് ആയിട്ടുണ്ടാവും. നമ്മളൊരു വയർ, ഒരു PVC പൈപ്പിനകത്തേക്ക് 2 പൈപ്പ് ഞാൻ അതിനുള്ളിൽ വയറിട്ട് ഒരു ഹോൾസിനുള്ളിൽ കൂടെ ഉള്ളിൽ കൂടെ ഞാൻ 2 കേബിൾ ഇട്ട്, ഇത് 2 കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ വെച്ചു, ഒരു കേബിൾ ഇങ്ങനെ വെച്ചു. ഇതുകൊണ്ട് മറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്ത് തട്ടിക്കണോ തട്ടിയിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയൂല. കാണാൻ കഴിയുമോ? ഇല്ല. ഇതേക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ മാർഗം എന്താ? ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ മാർഗം എന്താ? ചെക്ക് ചെയ്യാൻ പറ്റിയ മാർഗം മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണോ എന്ന് മാത്രം നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? മൾട്ടിമീറ്ററിൽ ഹൈ റെസിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ അതിൽ നിന്ന് വാല്യൂ കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? ഓപ്പൺ സർക്യൂട്ട് എന്താന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. ഓപ്പൺ സർക്യൂട്ട് എന്താന്നുള്ളത്, അതായത് ഇങ്ങനെ പോകുന്ന ഒരു കേബിളിൽ ഇന്റേണലി ബ്രേക്ക് ഉണ്ടായിരിക്കാം. അല്ല എങ്കിൽ റെസിസ്റ്ററിന്റെ വാല്യൂ ഒരു 400 കിട്ടുന്നിടത്ത് ഇന്റേണലി വാട്ടർ ഫംഗസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ട് അതിന്റെ വാല്യൂവിൽ ചേഞ്ച് വരിക. ഇതാണ് ഒരു ഹൈ റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേസാണ് അബ്നോർമൽ. അബ്നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എത്രയാണോ അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ അതിനെക്കാട്ടിലും കുറവെന്ന് പറഞ്ഞാൽ 10 ആവാം അല്ലെങ്കിൽ 20 ആവാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ അതായത് ഫുള്ളായിട്ട് കൂടിയിട്ടില്ല, എന്നാലോ ഒരു മീഡിയം ലെവലിൽ എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. മീഡിയം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് എന്തായിട്ടില്ല, ഫുള്ളായിട്ട് കുറഞ്ഞിട്ടില്ല. ഒരു 100 ഓംസ് അവിടെ എന്തുണ്ട്? ബാക്കിയുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് നമ്മൾ ലീക്കേജ് എന്നുള്ളത്. ലീക്കേജ് ഷോർട്ട് എന്ന് പറയുമ്പോൾ അതാണ് സംഭവിക്കുക. അപ്പൊ നോർമൽ മനസ്സിലായി, അബ്നോർമൽ ഒരു വാല്യൂ ലീക്കേജ്, ഒരു വാല്യൂ ഓപ്പണ്. പിന്നെ പറയുന്ന ഒരു പേരാണ് ഫുൾ ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് വാല്യൂ എത്ര ആവും? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്തുള്ള വാല്യൂ എത്ര ആവും? ആർക്കും പറയാൻ കഴിയുമോ? 0. ഷോർട്ട് സർക്യൂട്ട് എന്ന സമയത്ത് 0. ഇതെന്താണ് നമ്മൾ പറയുന്ന ഫുൾ ഷോർട്ട്. അപ്പൊ നമ്മൾ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നമുക്ക് വലിയ പണികളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന റീഡിങ്ങൾ നമുക്ക് ഒരു 450ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേബിൾ ആക്കി കൊടുന്നാൽ മാത്രം മതി. ആ ഒരു പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും റെഡി ആയിക്കോളും. ഓവർ നമ്മൾ എന്ത് ചെയ്യണ്ട?
തലച്ചോറ് ഇതാക്കിക്കാണ്ട് ബുദ്ധിമുട്ടാക്കൊന്നും വേണ്ട. നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഉള്ള സാധനത്തിന് 450 കൊണ്ടുവരിക. 100 ആണെന്നുണ്ടെങ്കിൽ അതിന് 450 പിടിച്ച് മാറ്റുക. ഇനി 00 ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, 450 മാറ്റുക എന്നുള്ള പണി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ കൂടുതലായിട്ടുള്ള പണികളൊന്നും ചെയ്യാനില്ല. ഒറ്റ മിനിറ്റ് സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. അതായത് നമുക്കിപ്പോ ഒരു പുതിയ ഒരു ഫോൺ കിട്ടി വിചാരിച്ചോളൂ സാറ്. ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എല്ലാ ഫോണിനും, നോക്കിയ ഫോണിന്, ഐഫോണിന്, എല്ലാ ഫോണിനും ഈ കാണുന്ന ഈ റീഡിങ്, നമ്മൾ ബാറ്ററി കണക്ടറിൽ കഴിഞ്ഞ റീഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ പുതിയ ഒരു ഫോണാണ്. ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു പുതിയ ഫോൺ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ചിലപ്പോ അത് ഡെഡ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും എന്റെ കയ്യിൽ. അപ്പൊ അതിന്റെ ആക്ച്വൽ നമ്മളിപ്പോ ഈ 450 നമ്മൾ കണ്ടെത്തിയല്ലോ. നമ്മളിപ്പോ ഓൾറെഡി അതാണ് അതിന്റെ ഒരു വർക്കിംഗ് കണ്ടീഷന്റെ ഒരു ബോർഡിന്റെ ഇത് 450 ആണെന്ന് മനസ്സിലാക്കി. അപ്പോ ഒരു പുതിയ ഫോണാണ് നമ്മളെ കയ്യിലെത്തുന്നെങ്കിൽ അതിന്റെ ഈ ആക്ച്വൽ റീഡിങ് ഡെഡ് ആയിട്ട് വരുന്ന ഫോണാണെങ്കിൽ അതിന്റെ ആക്ച്വൽ റീഡിങ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് നല്ലൊരു വളരെ ഒരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ പറയുന്നത് ഒരു 10 സെറ്റിന്റെ ഒരു ഡിവൈസ് എടുക്കാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 10 ഡിവൈസിന്റെ ഒരു റീഡിങ് എടുക്കാൻ കൂടെ പറഞ്ഞില്ലേ? അപ്പോ അതിൽ നിന്ന് നിങ്ങൾ ഒരു 10ഓ 20ഓ സെറ്റിംഗ് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വോൾട്ടേജ് പോകുന്ന ഏരിയയിലുള്ള ആവറേജ് റീഡിങ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ മനസ്സിലാവണോ? അതായത് ഈ A50 എന്ന് പറയുന്നത് ഞാനൊരു 450 അല്ല വരിക. ഒരു ഫ്ലൂക്ക് പോലത്തെ മൾട്ടിമീറ്റർ ആണ് എടുക്കുന്നത് എങ്കിൽ 250 ഒരു 350, 300 350 ഒരു 90% ഫോണിന്റെയും റീഡിങ് വരിക. അത് നിങ്ങൾ ഇന്ന് റീഡിങ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു ടോളറൻസ് ഒരു 10, 20, 30 വ്യത്യാസങ്ങൾ നിങ്ങൾ വോൾട്ടേജ് ലൈനിലുള്ള ഇൻപുട്ട് പ്രൈമറി വോൾട്ടേജിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് വല്ലാതെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഏതൊരു ഫോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇന്ന് പോയിട്ട് ഒരു 10ഓ 20ഓ ഫോൺ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നം അവിടെ സോൾവ് ആയി കിട്ടും. എല്ലാത്തിൻ്റെയും ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്റർ ആണെങ്കിൽ ഒരു 300 350 അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയൊരു സെറ്റ് വരികയാണെന്നുണ്ടെങ്കിലും പഴയ കാലത്ത് സെറ്റ് വരികയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 4 വോൾട്ട് ആണ്. 4 വോൾട്ടേജ് ഇൻപുട്ട് വരുന്ന ഒരു ഡിവൈസിൽ ഏകദേശം ഇത്ര വേണം എന്നുള്ള ഒരു സ്വാഭാവിക ഒരു ഐഡിയ നിങ്ങളെ മൈൻഡിൽ ഓൾറെഡി വരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും 100 ഒരിക്കലും ഒരു 4 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ലൈനിൽ 100 ഒരിക്കലും വരില്ല എന്നുള്ളത് അപ്പൊ മനസ്സിലാവും ചെയ്യും. കാരണം ഒരു 20 സെറ്റിന് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ 100 ഒറ്റ ഒന്നിലും ഉണ്ടാവില്ല, 200 ഒറ്റ ഫോണിലും ഉണ്ടാവില്ല, എന്നാൽ 900 ഒറ്റ ഫോണിലും കാണൂല. പക്ഷെ നിങ്ങളെ ഫോണിൽ 900 കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുക 900 ഞാൻ എടുത്ത ഒറ്റ സെറ്റിലും വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ ഇതിൽ 900 വരൂല എന്നുള്ള ആ ഒരു മൈൻഡിന്റെ ചേഞ്ച് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നിങ്ങൾ എഴുതി പഠിക്കണം എന്ന് പറഞ്ഞത്. ബാക്കി നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആളൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്ന് പറഞ്ഞ കാര്യങ്ങളില് മനസ്സിലായത് എന്തൊക്കെ? മനസ്സിലായി പറഞ്ഞോളൂ. പുതിയ കാര്യങ്ങൾ എങ്ങനെ കേൾക്കുന്നില്ലേ? റെസിസ്റ്റൻസിന്റെ ഇതൊരു മനസ്സിലായി. ഇപ്പൊ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോ ഈ ലാസ്റ്റ് പറഞ്ഞ നമ്മളാ ഇത് ചെക്ക് ചെയ്യുന്നില്ലേ 450 ആ വാല്യൂ ചെക്ക് ചെയ്യണേല് അതിലൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോ. അതായത് 900 വോൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇതാണ് മനസ്സിലാക്കി തരാം. അത് എന്തെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിലുള്ള എല്ലാവരും ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഡിവൈസിന്റെ ബാറ്ററി കണക്ട് റീഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുക തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് അതേ ഒരു അനലോഗ് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് വാല്യൂ എത്ര എന്നുള്ള എഴുതി വെച്ചിട്ട് നിങ്ങൾ നാളെ വന്നിട്ട് ബാക്കി ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് പറയല, ഇതൊരു 20 ദിവസം ഈ ഒരു സംഗതി തന്നെ പഠിക്കാൻ നമുക്ക്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വർക്കിംഗ് ബോർഡിന്റെ മാത്രമേ എഴുതാവൂ. എന്നാലും നിങ്ങൾക്ക് ഒരു വർക്കിംഗിൽ എത്ര വരും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഇതേപോലെ മാക്സിമം ലൈവ് തന്നെ വരാൻ നോക്കുക. നമുക്ക് ഇതേപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി തന്നെ പോകാനും പറ്റും. അപ്പൊ ഒരു 20 ദിവസമെങ്കിലും എന്ത് ചെയ്യാ ഫുള്ളായിട്ട് ഇതിലേക്ക് പറഞ്ഞോളൂ. എന്റെ മൾട്ടിമീറ്ററിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഡൗട്ട്. അപ്പൊ അത് ഫോട്ടോ അയച്ചു തന്നാൽ ക്ലിയർ ചെയ്ത് തരുമോ? മൾട്ടിമീറ്റർ എന്താ പ്രശ്നം എന്താ പറഞ്ഞോളൂ. നമ്മള് പ്രോബ് രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് 0 വരണ്ടേ? വരണം. വരുന്നില്ല എന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ നിങ്ങൾ മാറ്റേണ്ടി വരും.
അല്ലാതെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലേ? ഏതാ മൾട്ടിമീറ്റർ ഏതാ? ഇത് വിനപെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇത് 890S. അതിനെ പറ്റിയിട്ട് എനിക്ക് വല്ല കമ്പനിയെ പറ്റി വല്ല ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്റർ 4000 രൂപ ചാർജ് വരുന്നുണ്ട്. കഴിയും എന്നുണ്ടെങ്കിൽ ഈ മൾട്ടിമീറ്റർ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ZXW ആണെന്നുണ്ടെങ്കിലും ബോർണിയോ ആണ് എന്നുണ്ടെങ്കിലും അവരുടെ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷൈൻ അല്ലെങ്കിൽ ഫ്ലൂക്കിൽ മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർണിയോയിൽ കാണിക്കുന്ന അതേ സെയിം റീഡിംഗ് തന്നെ കിട്ടും. മറ്റേ നിങ്ങളൊരു കണക്ക് കൂട്ടാനും സൺഷൈൻ നല്ലതാണോ? സൺഷൈൻ കുഴപ്പമൊന്നുമില്ല. വാങ്ങാൻ 4000 രൂപ എടുത്തിട്ട് ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്റർ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മള് സംസാരിക്കുമ്പോൾ ഒക്കെ ആ ഒരു റീഡിംഗ് വെച്ചിട്ട് ഞാനിവിടെ പറയാം. ഫ്ലൂക്കിൽ കാണിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് സംസാരിക്കാം. ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് ചെയ്യാന്നൊന്ന് പറഞ്ഞു തരുന്നുണ്ടോ? അതിനെ കുറിച്ച് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന നമ്പറിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ കാണുന്ന നമ്പറാണ് നിങ്ങൾക്ക് അവിടെ കാണുക. അതാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തത് പഠിച്ചത്. ഞാൻ നമ്പറിന്റെ കൂടുതലും കുറലും സർക്യൂട്ടിന് എന്ത് എഫക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അപ്പൊ ഇന്ന് പറയുന്ന ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ വെബ്സൈറ്റിലുള്ള ആ ഒരു വീഡിയോസ് ഒന്നുകൂടി കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നാളെ നിങ്ങൾ എഴുതി വെക്കുക. അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.